നമുക്ക് പറയാം. നമുക്കറിയാം, ഇന്ന് അച്ഛൻ നമ്മളോട് പലപ്പോഴും വന്നിട്ടുള്ള അച്ഛനാണ് അഗസ്റ്റിൻ പാമ്പളാനി അച്ഛൻ. നമ്മളെ ഫിലോസഫിയിലും ദൈവവിശ്വാസത്തിലൊക്കെ വളർത്തുവാനും നമുക്കൊരു നല്ലൊരു രീതിയിൽ മനസ്സിലാക്കുന്നു. ഇപ്പം നമുക്കറിയാം, പലവിധ ചോദ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട്. ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ അറിയാൻ സാധിക്കും? അത് ഒരു ഫിലോസഫിക്കൽ നോളജിലൂടെയും ഒക്കെ നമ്മളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ് അഗസ്റ്റിൻ പാമ്പളാനി അച്ഛൻ. നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛനെ ഞാൻ ഇതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ താഴെ ഇരിക്കുന്ന എല്ലാവരെയും ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ചോദ്യങ്ങളെ ചോദിക്കാനും അതിന് ആൻസർ പറയാനും അച്ഛൻ കൂടുതൽ സമയം ചിലവാക്കുന്നതായിട്ടാണ് എൻ്റെ ഈ പറഞ്ഞിരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഓക്കെ, എന്നാൽ താങ്ക് യു. ഞാൻ പറയുന്നത് ഓഡിബിളാണോ? എന്നെ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി ക്ലബ് ഹൗസിൽ നിങ്ങളുടെ ചർച്ചകളുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ സന്തോഷം. ഈ ഘടികാരം എന്നാണ് തോന്നുന്നു പേരല്ലേ, ഘടികാരം ചർച്ചാവേദിയുടെ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബിനോയ്ക്കും ഇതര സംഘാടകർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അറിയാനുള്ള ജിജ്ഞാസയെ ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. യൂത്തുമായിട്ടൊക്കെ ദീർഘകാലം ഇടപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ യുവജനങ്ങൾ പ്രത്യേകമായിട്ടും കൊണ്ടു നടക്കുന്നുണ്ട്. പെരേനിയൽ ക്രിസ്ത്യൻസ് എല്ലാവരും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരൊക്കെ ഒത്തിരി നല്ല ഫിലോസഫേഴ്സായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജിജ്ഞാസ കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയല്ല, പ്യുവർ നോളജിന് വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, ഡിനോമിനേഷൻസ് ഇല്ല. അത് പ്രത്യേകമായിട്ടും പ്രശംസിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പം ഇന്ന് നമ്മളൊരു ചർച്ച പരമ്പര ആരംഭിക്കുന്നു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഫിലോസോഫിക്കലായിട്ട് വിശ്വാസ സംഹിതകളെ നമുക്ക് എപ്രകാരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അതിനുള്ള ഒരു അടിത്തറ ഇടുക എന്നുള്ളതായിരുന്നു നമ്മളെ വിഭാവനം ചെയ്യുന്നത്. ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. മെറ്റഫിസിക്സ് ആൻഡ് ഫെയ്ത്ത്, ബ്രിഡ്ജിങ് ഫിലോസഫി ആൻഡ് ബിലീഫ്, അതാണല്ലോ നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെറ്റഫിസിക്സ്? ഫെയ്ത്തിലേക്ക് നമുക്ക് ഇവൻച്വലി നീങ്ങാം, ഈ ഫെയ്ത്തിൻ്റെ ഓരോ കോൺസെപ്റ്റും എടുത്തുകൊണ്ട്. അതുകൊണ്ട് എല്ലാ തിയോളജിക്കൽ കാറ്റഗറീസ് ഒറ്റയടിക്ക് ഇവിടെ കവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മുഖ്യമായിട്ട് നമുക്ക് ഫിലോസോഫിക്കൽ കാറ്റഗറീസിനെ തന്നെ അല്പമായിട്ടൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കാം ഇന്നത്തെ ചർച്ചയ്ക്കൊക്കെ. അതിനുശേഷം അതിനെ വിശ്വാസവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താമെന്നുള്ളതിനെ പറ്റി ഓരോ തീമും എടുത്തൊരു പക്ഷേ ചർച്ച ചെയ്യാമായിരിക്കും. ഞാൻ എന്താണ് ഈ മെറ്റഫിസിക്സ് എന്നുള്ളത് ആദ്യമായിട്ടൊന്ന് ലളിതമായിട്ടൊന്ന് പറയുവാനായിട്ട് ശ്രമിക്കാം. ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് പൊതുവെ മെറ്റഫിസിക്സ് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ അതത്ര ശരിയായിരിക്കണമെന്നില്ല, കാരണം എല്ലാ വിഷയത്തിലും മെറ്റാഫിസിക്സ് ഉണ്ട്. മെറ്റ എന്ന എപ്പിത്തറ്റിന്റെ അർത്ഥം തന്നെ ബിയോണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബിയോണ്ട് ഫിസിക്സ്, മലയാളത്തിൽ അതിനെ അതിഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നു. ഭൗതിക ശാസ്ത്രം, അതിഭൗതിക ശാസ്ത്രം. ഒരുപക്ഷെ ക്ലാസിക്കൽ മെറ്റഫിസിക്സിന്റെ പിതാവ് എന്ന് വിളിക്കാവുന്നത് ഗ്രീക്ക് ഫിലോസഫറായിരുന്ന അരിസ്റ്റോട്ടിലിനെയാണ്. അരിസ്റ്റോട്ടിൽ ആദ്യം എഴുതിയത് ഫിസിക്സിനെ പറ്റിയുള്ള പുസ്തകമാണ്. അരിസ്റ്റോട്ടിൽ ഗ്രേറ്റ് ഫിസിസിസ്റ്റ് ആയിരുന്നു. 2000 വർഷം നിലനിന്നതാണ് അരിസ്റ്റോട്ടിലിന്റെ ഭൗതിക ശാസ്ത്രം. പക്ഷേ ഫിസിക്സിൽ നിന്നും എല്ലാ ഉത്തരങ്ങളും കിട്ടുകയില്ല. പല എക്സ്പ്ലനേഷൻസും അദ്ദേഹം കൊടുത്തു, ചലനത്തിനും പ്രകൃതിക്കും പ്രപഞ്ചത്തിനും എല്ലാം. പക്ഷെ അതുകൊണ്ടൊന്നും ശരിയായ ഉത്തരങ്ങളാകുന്നില്ല. തൻ്റെ ജിജ്ഞാസയ്ക്ക് എന്ന് കണ്ടിട്ടാണ് ഇതിനും അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്, ഈ ഭൗതികമായതിനപ്പുറത്ത് അന്വേഷണങ്ങൾ ചെന്നു കഴിഞ്ഞാലേ പരമമായ ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അതൊരു ഫിലോസോഫിക്കൽ ജിജ്ഞാസയാണ്. ഫിലോസഫിയുടെ ആരംഭം എന്ന് പറയുന്നത് തന്നെ വണ്ടർ എന്നാണ് പറയപ്പെടുന്നത്. അത് ഭാരതീയ തത്വചിന്താ പാരമ്പര്യത്തിലും പാശ്ചാത്യ തത്വചിന്താ പാരമ്പര്യത്തിലും ഒരുപോലെ അടിവരയിടുന്ന കാര്യമാണ്. മനോഹരമായ ഒരു പൂവിനെ നമ്മൾ കാണുന്നു, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അല്ലെ, മഴ പെയ്യുന്നു, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു, എല്ലാ പുഴകളും കടലിലേക്ക് ഒഴുകുന്നു, കടൽ മാത്രം കരകവിഞ്ഞൊഴുകുന്നില്ലല്ലോ, കറുത്ത പശുവിനെ കറക്കുമ്പോൾ ഇതെങ്ങനെയാണ് വെളുത്ത പാല് ലഭിക്കുന്നത്? എന്താ അത്ഭുതകരമായ കാര്യമാണ്. ഇതൊക്കെയാണ് ഭാരതീയ പാരമ്പര്യത്തിൽ തത്വചിന്തയുടെ ആരംഭമായിട്ട് നമ്മുടെ വേദങ്ങളിലൊക്കെ കുറിച്ച് വെച്ചിരിക്കുന്നത്. വണ്ടർ, അത്ഭുതം തോന്നുക, അത്ഭുതം കൊള്ളാനുള്ള കഴിവ്, ഓ ആൻഡ് വണ്ടർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, ഇതിനുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഭൗതികശാസ്ത്രം ഒന്നും വേണ്ടത്ര വളർന്നിരുന്നില്ല. സയൻസ് പിന്നീട് പല എക്സ്പ്ലനേഷൻസും കൊടുക്കുന്നുണ്ട് ഒരു 4 നൂറ്റാണ്ടായിട്ട്. അതിനു മുമ്പ് തന്നെ അരിസ്റ്റോട്ടിൽ തൻ്റെതായ രീതിയിൽ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ ഉത്തരങ്ങൾ നൽകിയിരുന്നു. അത് ഫിസിക്കലായിട്ടുള്ള ആൻസറുകളാണ്. അതിനും അപ്പുറത്തേക്ക് ഭൗതികത്തിൽ ഒതുക്കാൻ സാധിക്കാത്ത വിശദീകരണങ്ങളെ ഭൗതികത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് യുക്തിപരമായിട്ട് വിശദീകരിക്കുവാനുള്ള പരിശ്രമമാണ്. യുക്തിയുടെ റീസണിങ്ങിന്റെ സ്പെക്കുലേറ്റീവ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാനുള്ള പരിശ്രമമാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രപഞ്ചം ഇതെങ്ങനെ ഉണ്ടായിരിക്കുന്നു, നമ്മൾ ഈ കാണുന്നതൊക്കെ കോപ്പിയാണ് എന്നുള്ളത് പ്ലേറ്റോ പറയും. ഇതിന്റെ അപ്പുറത്ത് ഒറിജിനലായിട്ട് എന്തോ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുന്നില്ല, ഒരുപോലെ പറഞ്ഞാൽ എല്ലാ രീതിയിലുമല്ല, എല്ലാവർക്കും ഒരു മനുഷ്യൻ ഹ്യൂമൻ നേച്ചർ ഒരുപോലെ ഇരിക്കുന്നില്ല, ഹ്യൂമൻ ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇതിനൊക്കെ കാരണമായിട്ട് വേറെ ഏതോ ലോകത്ത്, അതൊരു ട്രാൻസെൻഡന്റൽ വേൾഡ് ആണെന്നൊക്കെ പറയും, എന്താണ്, അവിടെ ഒരു യഥാർത്ഥമായ മനുഷ്യൻ ഇരിപ്പുണ്ട്, ഐഡിയൽ ഫോം അവിടെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഈ വേൾഡിലേക്ക് ഒതുക്കാൻ കൊള്ളുന്നതല്ല.
അതിനെയാണ് മെറ്റാഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. വേൾഡ് എന്ന് പറയുന്നത് എവിടെയാണ്, എന്താണ്, മെറ്റാഫിസിക്സിന് അപ്പുറത്തൊരു മെറ്റാഫിസിക്കൽ വേൾഡ് ഉണ്ട്. പ്ലേറ്റോയാണ് അരിസ്റ്റോട്ടലിന്റെ ഗുരു. പ്ലേറ്റോയുടെ ഡിസൈപ്പിൾ ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അങ്ങനെയാണ് പ്ലേറ്റോയിൽ നിന്നാണ് അരിസ്റ്റോട്ടലിൽ മെറ്റാഫിസിക്കൽ ആശയങ്ങൾ പലതും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയ ചിന്തയിലേക്ക് പറയുമ്പോൾ അത് പറയുന്നത് ലോകം എന്ന് പറയുന്നതൊന്നും റിയൽ അല്ല. ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ട് അദൃശ്യമായിരിക്കുന്ന ഏതോ ഒരു ശക്തി വിശേഷമുണ്ട്. അദ്വൈത വേദാന്തയുടെ കാഴ്ചപ്പാട് നമ്മൾ അതിനെ ബ്രഹ്മൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭൗതികത്തിന് അപ്പുറമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് പോകാനുള്ള പരിശ്രമത്തെ നമ്മൾ മെറ്റാഫിസിക്സ് എന്ന് വിളിക്കുന്നത്, അതിഭൗതിക ശാസ്ത്രം എന്ന് പറയും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ എത്രമാത്രം ദൈവശാസ്ത്രവും മതവിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമല്ലോ. ഇനി എല്ലാ മെറ്റാഫിസിക്സും റിലീജിയസ് ആവണമെന്ന് നിർബന്ധമില്ല. ക്ലാസിക്കൽ മെറ്റാഫിസിക്സ് വളരെ വലിയ അളവ് വരെ ഈശ്വര വിശ്വാസത്തിനുള്ള ലോജിക്കൽ ഫിലോസോഫിക്കൽ ആർഗ്യുമെന്റ് കൊടുക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകൾ 19-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് അവർ മെറ്റാഫിസിക്സിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മെറ്റാഫിസിക്സ് മണ്ണാങ്കട്ട അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ക്വാണ്ടിറ്റേറ്റീവ്ലി, എക്സ്പെരിമെന്റലി, എംപിരിക്കലി, ഫിസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തത് ഭൗതികത്തിനപ്പുറത്തുള്ള ഒന്നും കൊണ്ടുവരരുത്. അതെല്ലാം തികഞ്ഞ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന പദങ്ങളാണ്. The solution to the problems of philosophy is a dissolution of the problem. ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന മെറ്റാഫിസിക്സ് മുഴുവൻ പിരിച്ചുവിട്, എന്നാലേ ഫിലോസോഫിക്കൽ പ്രോബ്ലംസിന് ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ലോജിക്കൽ പോസിറ്റീവ്. അതുകൊണ്ട് മെറ്റാഫിസിക്സ് ഇല്ല എന്ന് പറയുന്നതും ഒരു മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. ഭൗതികത്തിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട, ഭൗതികത്തിൽ തന്നെയുണ്ട് എല്ലാ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നതും ഒരു മെറ്റാഫിസിക്കൽ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന പാടെ ഉടനെ റിലീജിയൻ എന്ന് പറയുന്നത് നെഗേഷൻ എന്ന് പറയുന്നത്, മെറ്റാലോജിക് അത് തന്നെ ആവാം അത് എന്ന് പറയും. നമ്മൾ റിലീജിയസ് ഫെയ്ത്തിലേക്കാണല്ലോ കൂടുതൽ നമ്മൾ ഓറിയന്റ് ചെയ്യുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ എത്തിയിസ്റ്റിക് മെറ്റാഫിസിക്സുകൾ പലതും പറയാം. എന്താണ് അവിടെ ക്ലാസിക്കൽ മെറ്റാഫിസിക്സിന്റെ ചില ഫണ്ടമെന്റൽ സംജ്ഞകളൊന്ന് അടിസ്ഥാനപരമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ക്ലാസിക്കൽ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് മെറ്റാഫിസിക്സ് ആണ്. ഈ ഗ്രീക്ക് മെറ്റാഫിസിക്സിന്റെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പലരുണ്ട്. മെയിൻലി ഈ ഫിഗേഴ്സ് അവരാണ് ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ഒരുപക്ഷെ ക്ലാസിക്കൽ മെറ്റാഫിസിക്സ് എന്ന് പറയാവുന്ന പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ. അവരുപയോഗിക്കുന്ന സംജ്ഞകൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സെയിന്റ് അഗസ്റ്റിൻ, തോമസ് അക്വീനാസ് മുതലായവർ ക്രിസ്തീയ ദൈവശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നത്. സെയിന്റ് അഗസ്റ്റിൻ 4-ാം നൂറ്റാണ്ടിലെ തിയോളജിയൻ, അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം മുഴുവന്റെയും ഉറവിടം പ്ലേറ്റോണിക് ഫിലോസഫിയാണ്. പിന്നെ 14-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ തോമസ് അക്വീനാസ് 15-16 നൂറ്റാണ്ടുകളിലെ സ്കോളാസ്റ്റിക് ഫിലോസഫി. തോമസ് അക്വീനാസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലായിരുന്നു. വിശുദ്ധ കുർബാന, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറുന്നു, അതിനൊരു റാഷണൽ എക്സ്പ്ലനേഷൻ വേണം. അത് അദ്ദേഹം കണ്ടെത്തുന്നത് അരിസ്റ്റോട്ടിലിന്റെ മെറ്റഫിസിക്സ്, ഫോം ആൻഡ് മാറ്റർ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് റിലീജിയനും മെറ്റഫിസിക്സും വളരെയധികം ചുവട് പിടിച്ചിരിക്കുന്നത്, ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അരിസ്റ്റോട്ടേലിയൻ മെറ്റഫിസിക്കൽ കോൺസെപ്റ്റ്സിനെ ഞാനൊന്ന് ലഘുവായിട്ട് വിശദീകരിച്ചു കൊള്ളട്ടെ. ആദ്യമായിട്ട് ബീയിങ് എന്നുള്ള പദം, 2 ബീയിങ്ങുകളുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ബീയിങ്ങും രണ്ടാമത്തേത് സ്മോൾ ബീയിങ്ങും. ബീയിങ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന പദമാണല്ലേ. ബീയിങ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് എന്തോ അതിനെല്ലാം ബീയിങ് എന്ന് വിശേഷിപ്പിക്കാം ഫിലോസഫിയിൽ. എനിത്തിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന ബീയിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സിമ്പിൾ ബീയിങ്, സ്മോൾ ബീയിങ്. പിന്നെ ക്യാപിറ്റൽ ബീയിങ് എന്താണ്? അതാണ് അൾട്ടിമേറ്റ് ബീയിങ്. ഈ ബീയിങ്ങുകളൊക്കെ ഉള്ളത്, ബീയിങ്സ് ഉണ്ടായിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ ബീയിങ് ഉള്ളത് കൊണ്ടാണ്. അതൊരു മെറ്റഫിസിക്കൽ പ്രിൻസിപ്പിളാണ്. അപ്പൊ ബീയിങ്സിൽ നിന്ന് നമ്മളൊരു അൾട്ടിമേറ്റ് ബീയിങ്ങിൽ എത്തിച്ചേരും. അതാണ് അൾട്ടിമേറ്റ് ബീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബീയിങ് നിലനിൽക്കുന്ന എന്തിനെ പറ്റി നമുക്കത് പറയാം. ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റുകളോ മെന്റലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളോ നമ്മൾ തന്നെയോ, ഇതെല്ലാം ബീയിങ്ങിന്റെ നിർവചനത്തിൽ വരുന്നവയാണ്. ഇനി ഈ ബീയിങ്ങിനെ ഓരോന്നിനെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ചില സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ക്ലബ് ഹൗസിൽ കൂടുന്നത്. അന്നുണ്ടായിരുന്നവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അന്നുള്ളതുപോലെ അല്ല നമ്മളിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ 6 മാസം മുമ്പായിരിക്കാം നമ്മൾ കൂടിയിരിക്കുന്നത്. മുടി അല്പം കൂടെ നരച്ചിട്ടുണ്ടായിരിക്കാം, പ്രായം 6 മാസം കൂടെ കൂടിയിട്ടുണ്ടായിരിക്കാം, ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരിക്കാം, ഈ കാര്യങ്ങളൊക്കെ വണ്ണം കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഉണ്ടായിരിക്കാം. നമ്മളിതൊക്കെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ബിനോയ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, എന്നാൽ ബിനോയിൽ ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മളിൽ തന്നെ 2 തത്വങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ വാദിക്കുന്നത്. എന്താണത്? മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി നമ്മളിൽ ഉണ്ടാവണം, എന്നാൽ മാറാതെ ഇരിക്കുന്ന ഒരു സംഗതിയും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് മാറ്റത്തിന് വിധേയമാകുന്നതിനെ അദ്ദേഹം പ്രൈം മാറ്റർ എന്ന് വിളിച്ചു. മാറ്റത്തിന് വിധേയമാകാതെ ഒരുപോലെ മാറാതെ നമ്മളിൽ നിൽക്കുന്നതിനെ സബ്സ്റ്റാൻഷ്യൽ ഫോം എന്നും വിളിച്ചു. മാറ്ററും ഫോമും കൊണ്ടാണ് എല്ലാ ബീയിങ്ങുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മാറ്ററും ഫോമും കൊണ്ടാണ്, ഫിസിക്കലി അല്ല പറയുന്നത്. എന്നതായി മാറ്റർ ഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ചിന് വിധേയമാകുന്നത് മാറ്റർ, ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത് ഫോം. സബ്സ്റ്റാൻഷ്യൽ ഫോം എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നതായി അപ്പോൾ അതിൽ നിന്ന് വേറൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, സബ്സ്റ്റൻസ് എന്ന് പറയും. എന്താണ്? ഞാൻ എന്നുള്ള ഉദാഹരണം എടുക്കുക. എന്നെ ഞാൻ ആക്കുന്നത് എന്താണ്? എനിക്ക് 72 കിലോ തൂക്കമുണ്ട്, അതെന്റെ മാറ്ററിന്റെ അളവാണ്. പക്ഷേ എന്നെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടാൽ ഞാൻ ആകുമോ? ഇല്ല. എന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എൻ്റെ ഈ ഫിസിക്കൽ മാറ്റർ, ഫ്ലഷ്, അതൊരു പ്രത്യേക രൂപത്തിലായി കഴിഞ്ഞാലേ
അത് തന്നെ ഹ്യൂമൻ ബീയിങ് ആണെന്ന് നമ്മൾ പറയുകയുള്ളൂ. അപ്പൊ ഞാൻ എന്ന് പറയുന്ന പദാർത്ഥം ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുന്നതിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ ഹ്യൂമൻനെസ് അഥവാ ഹ്യൂമൻ ഫോം എന്ന് പറയും. അതാണ് സബ്സ്റ്റാൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏത് എൻറ്റിറ്റിയും അതിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥ, അതിന്റെ തന്നെ ഫണ്ടമെന്റൽ നേച്ചർ, അതിന്റെ തന്നെ പ്രൈമറി നേച്ചർ, ഇത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് സബ്സ്റ്റാൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ സബ്സ്റ്റാൻഷ്യൽ ഫോം ഹ്യൂമൻനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഫോം ആയിട്ടുള്ളത്. അപ്പൊ അൺലിമിറ്റഡ് മാറ്ററിനോട് കൂടി നമ്മുടെ ഹ്യൂമൻനെസ് ഫോം വന്ന് ചേർന്നപ്പോൾ ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഉണ്ടായിരിക്കുന്നു. ഇതേപോലെ തന്നെ ടേബിൾ, വാച്ച്, പേന, പെൻസിൽ, ഓക്കെ, ബുക്ക്, ഇതെല്ലാത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും. ട്രീനെസ് എന്ന് പറയുന്ന സബ്സ്റ്റാൻഷ്യൽ ഫോം ട്രീയുടെ മെറ്റീരിയൽ സ്റ്റഫിനോട് കൂടി ചേരുമ്പോൾ അത് ട്രീ ആയി മാറുന്നു. അതുകൊണ്ട് എന്താണ്? മാറ്ററും ഫോമും ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടായിരിക്കുന്നു? മരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ഇതെല്ലാത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് പല വേറെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചേഞ്ചിന്റെ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് അളവും തൂക്കവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ നേച്ചർ. മാറ്റർ ആണ് നമ്മളൊക്കെ മാറ്റർ കൊണ്ട് നമ്മളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. മാറ്റർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആക്സിഡന്റൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. സബ്സ്റ്റൻസ് ആൻഡ് ആക്സിഡൻസ് ഡ്യുവലിസ്റ്റിക് കാറ്റഗറീസിലൂടെയാണ് അരിസ്റ്റോട്ടിൽ മെറ്റഫിസിക്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. സബ്സ്റ്റൻസ് ആൻഡ് ആക്സിഡൻസ്. ഞാൻ 72 കിലോ ഉണ്ട്, എനിക്ക് 169 സെന്റിമീറ്റർ ഉയരമുണ്ട്, എനിക്ക് 5 വിരലുകളുണ്ട്, എനിക്ക് വയസ്സ് 52 ഇതെല്ലാം എന്താണ്? ആക്സിഡന്റൽ പ്രോപ്പർട്ടീസ് ആണ്, ആക്സിഡൻസ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ മാറ്ററിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നവയാണെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എനിക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വക ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ വിശദീകരിച്ചു: മാറ്റർ ബീയിങ്, മാറ്റർ ആൻഡ് ഫോം, സബ്സ്റ്റൻസ് ആൻഡ് ആക്സിഡൻസ്. ഇതോട് ചേർത്ത് വായിക്കേണ്ട സംഗതികളാണ് ആക്ട് ആൻഡ് പൊട്ടൻസി. രണ്ട് വേറെ ഒരു ഡ്യുവലിസ്റ്റിക് കാറ്റഗറിയാണ്. ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അത് ആക്ട് പറയുന്നതിന് നമുക്ക് പൊട്ടൻസിയെ വിശദീകരിക്കണം. നമ്മൾ ഇന്നുള്ളത് പോലെ ആയിരിക്കില്ലല്ലോ. ഞാൻ കുഞ്ഞായിട്ട് ജനിച്ചതാ, പക്ഷെ ഇനി ഞാനിപ്പോൾ ഇത്രയും ഉയരത്തിലേക്ക് വളർന്നില്ലേ ഭൗതികമായിട്ട്. അപ്പൊ എന്താണ്? ഒരു സീഡ് എന്ന് പറയുന്നത് വലിയൊരു പൊട്ടൻസിയാ, മരമായി വളരാനുള്ള ഒരു വലിയ സാധ്യതയാ സീഡ് എന്ന് പറയുന്നത്. മരമായി കഴിഞ്ഞ അവസ്ഥയെ നമ്മൾ ആക്ട് എന്ന് പറയും. ആക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഇനി ചേഞ്ച് ഇല്ല, അതൊരു പെർഫെക്ഷൻ ലെവൽ ആയി കഴിഞ്ഞു. ഞാൻ പെർഫെക്റ്റ് അഡൽട്ട്ഹുഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്റ്റേറ്റ് ഒരു ആക്ട് ആയി കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ അല്ലെ ഹെൽത്തിനെ, ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം, ഏജിങ് അല്ല, ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആക്റ്റിൽ എത്തിച്ചേർന്നു എന്ന് പറയാം. എല്ലാ ബീയിങ്സിനും ഉണ്ട് എന്തുകൊണ്ട്? ആക്റ്റും പൊട്ടൻസിയും ഉണ്ട്. അവയ്ക്ക് വേറൊന്നായി മാറാൻ, വലിയ വേറൊരു അവസ്ഥയിലേക്ക് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഇവരൊക്കെ അരിസ്റ്റോട്ടിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാ? പ്രപഞ്ചത്തെ നിരീക്ഷിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വണ്ടറാണ് പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നമ്മൾ മാറ്റങ്ങൾ കാണുന്നു, അതിനെ നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പറയുക, എക്സ്പ്ലനേഷൻസ് അന്വേഷിക്കുക, ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ആക്ട് ആണ്, പൊട്ടൻസി മീവ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത്. സോ ബീയിങ്, സ്മോൾ ബീയിങ് ആൻഡ് ക്യാപിറ്റൽ ബീയിങ്, മാറ്റർ ആൻഡ് ഫോം, സബ്സ്റ്റൻസ് ആൻഡ് ആക്സിഡൻസ്, ആക്ട് ആൻഡ് പൊട്ടൻസി, ഈ ഫണ്ടമെന്റൽ കാറ്റഗറീസ് ഒന്ന് ഓർത്തിരിക്കുക മെറ്റഫിസിക്സിനെ സംബന്ധിച്ച്. ഇതിൽ നിന്നുമാണ് അരിസ്റ്റോട്ടില് അദ്ദേഹത്തിന്റെ മെറ്റഫിസിക്കൽ തിയോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയാം. തിയോളജി എന്നുള്ള പദം ഒരുപക്ഷെ അരിസ്റ്റോട്ടിലെ ഗ്രീക്ക് ഫിലോസഫിയെ സംബന്ധിച്ചോളം ശരിയായിരിക്കുകയല്ല, പക്ഷെ അവർ അവരുടെ ഫിലോസോഫിക്കൽ മെറ്റഫിസിക്സ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഈ ബീയിങ്സ് ഉണ്ടാകണമെങ്കിൽ അതിന് കാരണമായിട്ടൊരു ക്യാപിറ്റൽ ബീയിങ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഒരു അൺമൂവ്ഡ് മൂവർ ഉണ്ടാവണം. അതൊരു ലോജിക്കൽ ഡെഫിനിഷനാണ്. അതുകൊണ്ടാണ് ഗോഡ് ഉണ്ടാകണം എന്നുള്ള ക്ലാസിക്കൽ മെറ്റഫിസിക്സിന്റെ ആർഗ്യുമെന്റ് വരുന്നത്. മൂവ്മെന്റ് പ്രപഞ്ചത്തിലുണ്ട്, ഒരു മൂവ്മെന്റും തന്നെ ഉണ്ടാകുന്നില്ല, അതിന്റെ പിന്നിൽ ഒരു മൂവർ ഉണ്ടെങ്കിലേ അതിനെ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സ്റ്റേണൽ മൂവർ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ എക്സ്റ്റേണൽ മൂവർ എന്ന് പറയുന്നത് ഒരു അൺമൂവ്ഡ് മൂവർ അല്ല ആത്യന്തികമായ ചലനത്തിന് കാരണമായത് എങ്കിൽ അതൊരു ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് പോകും. ഒന്നിന്റെ കാരണം അതിന്റെ കാരണം വേറെ, അതിന്റെ കാരണം വേറെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ലോജിക്കലി ടെനബിൾ ആകുന്നില്ല, റാഷണലി അപ്പീലിംഗ് ആകുന്നില്ല. അതിനാണ് ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് അവസാനിക്കണം. അതുകൊണ്ടാണ് ഒരു അൺമൂവ്ഡ് മൂവർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഈ അൺമൂവ്ഡ് മൂവർ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അൺമൂവ്ഡ് മൂവറിനെ പറ്റി പറയാൻ പറ്റണം. അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, അതിനൊരു കുറവുമില്ല. അതുകൊണ്ടാണ് പെർഫെക്ഷൻ എന്നുള്ള പദം വരുന്നത്. ഗോഡ് ഈസ് ഇൻഫിനിറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതാണ്. തിയോളജിയിലേക്ക് അതിനെടുക്കുമ്പോഴാണ് ഗോഡ് ഈസ്, നമ്മൾ കാറ്റഗിസ്റ്റിലൊക്കെ പഠിക്കുന്നത്, ഗോഡ് ഈസ് ഓംനി പൊട്ടൻറ്റ്, ഗോഡ് ഈസ് ഓംനി പ്രസന്റ്, സർവ്വവ്യാപിയാണ്, നിത്യനാണ് ദൈവം, സമയത്തിന് അതീതനാണ് ദൈവം, ഇവ കാഴ്ചപ്പാടുകളൊക്കെ അതാണ്. അതൊക്കെ അവയെല്ലാം ലോജിക്കൽ ഡെഫിനിഷൻസ് ആണ്, ഒന്ന് വേറൊന്നിനോട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ച് അവയ്ക്ക് വിശദീകരണങ്ങൾ, അർത്ഥങ്ങൾ അന്വേഷിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പോകുമ്പോൾ ബുദ്ധിയുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കൽ റീസണിങ് നടത്തി എത്തിച്ചേരുന്നതാണ് നമ്മൾ ദൈവം എന്നുള്ള സംജ്ഞയും ദൈവത്തിന്റെ നിർവചനവും ദൈവത്തിന്റെ ലക്ഷണങ്ങളുമെല്ലാം. ഗോഡ് ഷുഡ് ബി പെർഫെക്റ്റ്. അൺമൂവ്ഡ് മൂവർ ആണ് എങ്കിൽ അത് ഓംനി പൊട്ടന്റ് ആയിരിക്കണം, അതിൽ നിന്നായിരിക്കണം എല്ലാം ഉണ്ടായി വരുന്നത്, അത് പെർഫെക്റ്റ് ആയിരിക്കണം, അത് ഇറ്റേണൽ ആയിരിക്കണം. കാരണം എന്താണ്? ചേഞ്ച് സംഭവിക്കുന്നത് സമയത്തിലാണ്.
ദൈവം സമയത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ദൈവവും മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. ദൈവം വൺ ഓഫ് ദ ബീയിങ്സേ ആകുകയുള്ളൂ. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ദ ബീയിങ്, ക്യാപിറ്റൽ ബീയിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ഇറ്റേണൽ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ ഫിലോസഫിയിൽ പറയുന്നത്? പല ദൈവങ്ങളായിക്കൂടെ? അതും ഒരു ലോജിക്കൽ നെസസിറ്റിയാണ്. രണ്ടാമതൊരു ദൈവം ഉണ്ടാകാൻ പറ്റില്ല. രണ്ടാമതൊരു ദൈവം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ദൈവം പെർഫെക്റ്റ് ദൈവമല്ല എന്നുള്ളതാണ്. പെർഫെക്ഷൻ എന്തെല്ലാം ആവശ്യമാണോ ആ നിർവചനങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നതായിരിക്കണം ഒന്നാമത്തെ പെർഫെക്റ്റ് ബീയിങ്. അതുപോലെ വേറൊന്നും ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊരു പെർഫെക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ട് ദൈവം ഒരിക്കലും ഉണ്ടാകാൻ പറ്റില്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതും ഈ ലോജിക്കൽ നിർവചനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അടിസ്ഥാനപരമായിട്ട്. പിന്നെ ട്രാൻസെൻഡ് ദൈവത്തിന് ഞാൻ പറഞ്ഞല്ലോ, അരിസ്റ്റോട്ടലിയൻ ബൈനറി കോൺസെപ്റ്റ്സ് ഞാൻ ഭാഗികമായിട്ടൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന്റെ റിലീജിയസ് ഇംപ്ലിക്കേഷൻസ് ചിലതൊക്കെ പറഞ്ഞത്, ദൈവത്തിന്റെ നിർവചനങ്ങൾ ഓരോന്ന് അതിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്യുവർ ആക്ട് ആൻഡ് പൊട്ടൻസി വിശദീകരിച്ചല്ലോ. ക്ലാസിക്കൽ മെറ്റഫിസിക്സിൽ ദൈവം പ്യുവർ ആക്ട് ആണ്. പ്യുവർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പൊട്ടൻസി ഇല്ല, വേറെ ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം പെർഫെക്റ്റ് ആകുന്നു, ഓംനി പൊട്ടന്റ് ആകുന്നു. തിയോളജിക്കലി പറഞ്ഞാൽ, ഫിലോസോഫിക്കലി പറഞ്ഞാൽ ഗോഡ് ഈസ് ഓൾ പെർഫെക്ഷൻ. അതാണ് ഗോഡ് ഈസ് പ്യുവർ ആക്ട് എന്ന് പറയുന്നത്. വിത്തൗട്ട് ആക്സിഡൻസ്, ക്വാണ്ടിഫയബിൾ പ്രോപ്പർട്ടീസ് ഇല്ലാത്തവ എന്ന് പറയും. ഇത്രയുമാണ് ക്ലാസിക്കൽ മെറ്റഫിസിക്സിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ. ഈ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് സെയിന്റ് അഗസ്റ്റിൻ തോമസ്, ക്രിസ്ത്യൻ തിയോളജിക്കൽ ഫ്രെയിംവർക്കിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വേൾഡ് വ്യൂവിന്റെ ഒക്കെ കാഴ്ചപ്പാടിൽ, ചൈനീസ് ഫിലോസഫി, ഇവിടെയൊക്കെ കാഴ്ചപ്പാടിലെ മെറ്റഫിസിക്കൽ കോൺസെപ്റ്റുകൾ പരിചയപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഇത് മാത്രം ഞാൻ ഇന്ന് ഈ ഫിലോസോഫിക്കൽ കോൺസെപ്റ്റ്സ് മാത്രം ഞാൻ അല്പമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീശാനുണ്ടോ? ഹലോ. ഓക്കെ. എന്നാ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് ചോദിച്ചേ. ബിനോയ് സാർ മോഡറേറ്റ് ചെയ്തോ? അല്ല, ആദ്യം ഞാൻ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ലിസൺ ചെയ്യുന്നു. ഇവിടെ മാത്യു വന്നിട്ടുണ്ട്. മാത്യുവിന് ചോദ്യം ചോദിക്കാണ്ട് മാത്യു ചോദിച്ചോളൂ കേട്ടോ. താഴെ ഇരിക്കുന്ന മാത്യു. ഗ്രീറ്റിംഗ്സ് അഗസ്റ്റിൻ ഫാദർ. ഫാദർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഫാദർ ആദ്യം പറഞ്ഞപ്പോൾ ഒരു സംഭവം പറഞ്ഞായിരുന്നു, ലോജിക്കൽ പോസിറ്റിവിസം ഇപ്പം ഫിലോസഫിയിൽ ഇല്ല. വിക്കിൻസ്റ്റൈൻ്റെ ഒരു കോട്ടും കൂടെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം കാണുന്നത് ഈ ക്വൈനിയൻ എപ്പിസ്റ്റമോളജിയാണ്. ഇൻഫാക്ട് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്സ് വെക്കുമ്പം രണ്ട് ഫ്രെയിംവർക്ക് ട്രഡീഷനാണ് നമ്മൾ ക്രിസ്ത്യൻസ് പൊതുവെ ഫോളോ ചെയ്യുന്നത്. ഒരു സാധനം എന്ന് പറയുന്നത് പ്ലാന്റിങ്ങയുടെ ട്രഡീഷനും രണ്ടാമത്തേത് സ്വിൻബേണിന്റെ ട്രഡീഷനും. അതിൽ തന്നെ സ്വിൻബേണിന്റെ ട്രഡീഷൻ നാച്ചുറലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പ്ലാന്റിങ്ങയുടെ അകത്ത് വരുമ്പോൾ സിമെട്രി ബ്രേക്കിംഗ് പോലുള്ള എററുകൾ വരുന്നത് നമ്മൾ എടുക്കാതിരിക്കുന്നു. അപ്പം ഇപ്പോഴും ലോജിക്കൽ പോസിറ്റിവിസത്തിന്റെ ഒരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫി കറങ്ങുന്നതായിട്ടല്ലേ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അതാണ് ഇന്നത്തെ ഫിലോസഫേഴ്സ് ഒക്കെ എടുക്കുന്നത്. അതിനിപ്പോൾ ഫാദർ പറഞ്ഞ ഒരു സാധനത്തിന്റെ ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്, ലൈക്ക് പ്ലാറ്റോസ് ബിയേഡ് എന്ന് പറഞ്ഞുള്ള ക്വൈന്റെ ഒരു ഫേമസ് പാരഡോക്സ് ഉണ്ടല്ലോ, ഈ ടു ഡോഗ്മാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൽ വരുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ക്രിസ്ത്യൻസ് ഫൈനലി എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? നാച്ചുറലിസ്റ്റിക് വേൾഡ് ആണോ ക്രിസ്ത്യൻസ് എടുക്കാൻ പോകുന്നത്, അതോ റിലീജിയസ് എപ്പിസ്റ്റമോളജിയിൽ നമ്മളെ നാച്ചുറലിസ്റ്റിക് ആയിട്ടാണ് അതിനെ എടുക്കാൻ പോകുന്നത്, അതോ നാച്ചുറലിസ്റ്റിക് എത്തിസ്റ്റുകൾ എടുക്കുന്ന പോലെ നാച്ചുറലിസ്റ്റിക് എപ്പിസ്റ്റമോളജി മാത്രം മതിയോ, അതോ നാച്ചുറൽ എപ്പിസ്റ്റമോളജി പ്ലസ് റിലീജിയസ് എപ്പിസ്റ്റമോളജി ആണോ ബെറ്റർ എന്നുള്ളത്? ആഡം ചോദിച്ചത് പ്ലേറ്റിംഗയുടെ ട്രഡീഷനും സ്വിൻബേണിന്റെ ട്രഡീഷനും രണ്ട് ഭാഗങ്ങൾ. രണ്ടാമത് ചോദിച്ചത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്ത്യൻ തിയോളജി ഉപയോഗിക്കുന്നത് നാച്ചുറലിസ്റ്റിക് മെറ്റഫിസിക്സ് ആണോ അതോ ട്രഡീഷണൽ മെറ്റഫിസിക്സ് ആണോ എന്നത്. സ്വിൻബേൺ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പേഴ്സണലിസ്റ്റിക് അഥവാ നാച്ചുറലിസ്റ്റിക് അഥവാ എത്തിയിസ്റ്റിക് മെറ്റഫിസിക്സ്, എസ്തെറ്റിക് ഐഡിയലിസത്തിന്റെ ഉപജ്ഞാതാവാണ് സ്വിൻബേണിന്റെ കാഴ്ചപ്പാട്. എന്നാൽ പ്ലേറ്റിംഗ് പ്യുവർലി ഗോഡ് ഷുഡ് ബി എ പേഴ്സൺ എന്ന് ആർഗ്യൂ ചെയ്യുന്നയാളാണ്. അത് ഞാൻ വിശദീകരിച്ചില്ല, ക്രിസ്ത്യൻ തിയോളജിയിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യുമ്പോഴാ കാര്യം. ഗോഡ് പ്യുവർ ആക്ട് ബീയിങ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് പ്യുവർ നോളജും ഫ്രീഡവും ആട്രിബ്യൂട്ട് ചെയ്യണം. തിയോളജിയിൽ അതിനെ ലവ് എന്നും വിളിക്കും, നോളജ് ആൻഡ് ഫ്രീഡത്തെ. ഓക്കെ, അതുകൊണ്ട് ഗോഡ് ഷുഡ് ബി എ പേഴ്സൺ എന്നുള്ളതാണ് തിയോളജിക്കൽ കൺക്ലൂഷൻ ക്ലാസിക്കൽ മെറ്റഫിസിക്സിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തോമസ് അക്വിനാസ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്ലേറ്റിംഗ് ഗോഡ് ഷുഡ് ബി എ പേഴ്സൺ എന്നുള്ള ഫിലോസോഫിക്കൽ ട്രഡീഷന്റെ വക്താവാണ്. അദ്ദേഹം എത്തിയിസ്റ്റിക് ലൈനിലല്ല ആർഗ്യൂ ചെയ്യുന്നത്. സ്വിൻബേണിന്റേത് ബേസിക്കലി എസ്തെറ്റിക് ഐഡിയലിസം ആണ്, നാച്ചുറലിസ്റ്റ് ആണ് സ്വിൻബേൺ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ തിയോളജി ഒരു നാച്ചുറലിസ്റ്റ് ലൈൻ ഇന്ന് വളരെ സ്ട്രോങ് ആണ്. ഇന്നത്തേത് ലോജിക്കൽ പോസിറ്റിവിസം ആണോ എന്ന് ചിന്തിക്കേണ്ടതില്ല. കംപ്ലീറ്റ് നെഗേഷൻ ഓഫ് മെറ്റഫിസിക്സ്, ക്ലാസിക്കൽ മെറ്റഫിസിക്സ് ഗ്രാൻഡ് ക്ലാസിക്കൽ ഫിലോസഫിയുടെ കാലഘട്ടത്തിലായിരുന്നു. അതിൽ നിന്നും ഫിലോസഫിക്കൽ റിലീജിയസ് തിയോളജിക്കൽ റിഫ്ലക്ഷൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പൊതുവെ എത്തിയിസ്റ്റിക്കലി ഓറിയന്റഡ് തിങ്കേഴ്സ് കൊണ്ടുവരുന്നത് നാച്ചുറലിസ്റ്റ് ഫ്രെയിംവർക്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുവാനായിട്ട് സാധിക്കും. സൂപ്പർ നാച്ചുറലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നതാണ് മെറ്റഫിസിക്സിന്റെ ലെവൽ. അത് ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകൾ തുടങ്ങി വെച്ച ചിന്താഗതിയാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് തന്നെ വലിയൊരു കോൺട്രഡിക്ഷൻ ആണ്.
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫിസിക്സിലെ ഡെവലപ്മെന്റ്സ്, കോസ്മോളജിയുടെ ഡെവലപ്മെന്റ്സ്, ബ്രെയിൻ സയൻസസിലെ ഡെവലപ്മെന്റ്സ്, ജെനറ്റിക്സിലെ ഡെവലപ്മെന്റുകൾ, ഇവയെല്ലാം ഫിസിക്സ് ഇറ്റ്സെൽഫ് ഹാസ് ആങ്കേർഡ് ഓൺ ദി ഷോഴ്സ് ഓഫ് മെറ്റഫിസിക്സ്. ലോജിക്കൽ പോസിറ്റിവിസ്റ്റ് നെഗേഷൻ ഓഫ് മെറ്റഫിസിക്സ് എന്നൊരു പരിധിവരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് എന്ന് പറയാം. ഒരുപാട് പാരഡൈം ഷിഫ്റ്റ് നാച്ചുറൽ സയൻസസിലൂടെ കടന്നു വന്നു. സയൻസ് ഷുഡ് ബി ഓൾ പെർഫെക്റ്റ്, ഓൾ ഒബ്ജക്റ്റീവ്, ഓൾ റാഷണൽ, ഓൾ സെർട്ടൻ എന്നുള്ളതായിരുന്നു ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകളുടെ ആർഗ്യുമെന്റുകൾ. സിംബോളിക് ലോജിക്കിന്റെ ഭാഷയിൽ നമുക്ക് എല്ലാം വിശദീകരിക്കാൻ സാധിക്കണം. വേരിഫയബിലിറ്റി അലോൺ ഈസ് ദ ക്രൈറ്റീരിയൻ ഓഫ് മീനിങ്. ഒരൊറ്റ ചോദ്യം, ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് വേരിഫയബിലിറ്റി വേരിഫയബിൾ എന്നുള്ളതാണ്. മീനിങ് ഇൻവേരിയൻസ്, മീനിങ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, പക്ഷെ വേരിയൻസ് ഇസ് ദ ലോ ഓഫ് സയൻസ് നൗ. മീനിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. വേരിഫയബിലിറ്റി പ്രിൻസിപ്പിൾ തന്നെ വേരിഫയബിൾ ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് പറയാൻ സാധിക്കേണ്ടി വരും. അപ്പോൾ ദെയർ നെഗേഷൻ ഓഫ് മെറ്റഫിസിക്സ് ഈസ് എ മെറ്റഫിസിക്സ് ഇൻ ഇറ്റ്സെൽഫ്. ഇനി അടുത്ത പാർട്ട് നാച്ചുറലിസം. അത് ബിലീഫിനെതിരായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ദർ ആർ തിയോളജിയൻസ് കൺസിഡറിംഗ് ദിസ് നാച്ചുറൽ എക്സ്പ്ലനേഷൻ ഇറ്റ്സെൽഫ് ആസ് ഹൈലി തിയോളജിക്കൽ ആൻഡ് റിച്ച്ലി മിസ്റ്റിക്കൽ ഓൾസോ. പ്ലേറ്റിംഗ് നാച്ചുറലിസ്റ്റിന് തീയിസ്റ്റിക് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, പേഴ്സണൽ ഗോഡിലേക്ക് നാച്ചുറലിസ്റ്റ് കൊണ്ടുവന്നെത്തുന്ന ഇന്റർപ്രിട്ടേഷൻ ആണ് എന്ന് പറയുന്നത്. ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷൻ പ്യുവർലി നാച്ചുറലിസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഒറിജിനോ സ്പീഷീസിന് കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ്. എന്നാൽ ഡാർവിനിയൻ തിയറി ഓഫ് എവല്യൂഷനെ തന്നെ, നാച്ചുറലിസ്റ്റ് എക്സ്പ്ലനേഷനെ തന്നെ തീയിസ്റ്റിക് എവല്യൂഷൻ ആയിട്ട് തിയോളജിയൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ ഇസ് എ ഗിഫ്റ്റ് ടു തിയോളജി എന്ന് പറയുന്നത്. നാച്ചുറലിസവും എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു, അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് പ്രൊഫൗണ്ട്ലി തീയിസ്റ്റിക് ആകാം. അപ്പൊ നാച്ചുറലിസ്റ്റിനകത്ത് തന്നെ സൗണ്ട് തിയോളജി ഉണ്ട്, സൗണ്ട് മെറ്റഫിസിക്സും ഉണ്ട്. അതുകൊണ്ട് എപ്രകാരം നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ഫാദറെ, അതുപോലെ ഈ നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ എപ്പോഴും എവല്യൂഷൻ അറ്റാക്ക് ചെയ്യുന്ന, എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവരോടുള്ള റെസ്പോൺസ് എന്താണ് ഫാദറിന്റെ ഒരു വ്യൂയിൽ? ഞാൻ ചുരുക്കി പറയാം. നമുക്ക് ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ നമുക്ക് പിന്നീടുള്ള പോർത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് ചർച്ച ചെയ്യാം. കാരണം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ട് വേറെ മെറ്റഫിസിക്സ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട്. ഫാദറെ, ഞാനിപ്പം വേറൊരു ചോദ്യം ചോദിക്കാം. ഫാദറെ, ഈ ചോദ്യത്തിന് മറുപടി പറയാം. അത് വെച്ചുകൊണ്ട് ക്വിക്കായിട്ട് എല്ലാ ചോദ്യത്തിനും ക്വിക്കായിട്ട് മറുപടി തരാം. വിശദമായ ചർച്ചകൾ നമുക്ക് പിന്നാലെ. അതായത് തിയറി ഓഫ് എവല്യൂഷൻ ചില ഓർത്തഡോക്സ് ട്രഡീഷൻസ്, കൺസർവേറ്റീവ് ട്രഡീഷൻസ് ഇപ്പോഴും നെഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് ക്രിസ്ത്യൻ കാത്തലിക് പോയിന്റ് ഓഫ് വ്യൂടെയാണ് ചോദിക്കുന്നത് എങ്കിൽ കാത്തലിക് ചർച്ച് തിയറി ഓഫ് എവല്യൂഷനെ അംഗീകരിച്ചിട്ടുണ്ട്. 1950 മാർപ്പാപ്പ ഹ്യൂമാനെ ജനറലിസ്റ്റിൽ മാർപ്പാപ്പ പോൾ 9 തോന്നുന്നില്ല, നോക്കണം അത് കേട്ടോ, പറഞ്ഞിരുന്നു എന്ത് ശരീരത്തിന്റെ ഉത്ഭവം പരിണാമാത്മകമായിട്ട് സംഭവിച്ചാലും ആത്മാവിനെ ദൈവം ഫെർട്ടിലൈസേഷൻ മൊമെന്റ് നേരിട്ട് ആ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് തിയറി ഓഫ് എവല്യൂഷൻ നെഗേറ്റ് ചെയ്യുകയല്ല, ഒരു ക്വാളിഫൈഡ് അക്സെപ്റ്റൻസ് ആയിരുന്നു. എന്നാൽ 94 പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, കൂടുതൽ തെളിവുകളുടെ വെളിച്ചത്തിൽ മോർ ദാൻ എ ഹൈപ്പോത്തിസിസ് ഇറ്റ് ഹാസ് ബിക്കം എ തിയറി ഓഫ് എവല്യൂഷൻ. ആദ്യമായിട്ട് എവല്യൂഷൻ തിയറിയെ ഒരു ശാസ്ത്രീയമായ തിയറി ആയിട്ട് കാത്തലിക് ചർച്ച് അംഗീകരിക്കുന്നത് അതോടുകൂടിയാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് തിയോളജിയൻസ്, കാത്തലിക് തിയോളജിയൻസ് തന്നെ പലരും എവല്യൂഷൻ തിയറിയെ തീയിസ്റ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓബ്രി മൂർ എന്ന് പറയുന്ന ആള് നാച്ചുറലിസ്റ്റ് ഫിലോസഫിയും ഡേയിസ്റ്റ് ഫിലോസഫികളും ഒക്കെ ദൈവത്തെ വന്ന് ഗോഡ് ഓഫ് ദ ഗ്യാപ്സിനെ, പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവന്ന ദൈവത്തെ രംഗത്ത് നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന കാലഘട്ടം വന്നപ്പോൾ ഭാഗ്യവശാൽ പരിണാമ സിദ്ധാന്തം കടന്നു വരികയും ദൈവത്തെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ശത്രുവിന്റെ വേഷം ധരിച്ചുകൊണ്ട് വന്ന് ഒരു മിത്രത്തിന്റെ സംഭാവന ചെയ്യുകയാണ് പരിണാമ സിദ്ധാന്തം ചെയ്തത് എന്ന ഓബ്രി മൂർ പറയുന്നത്. ഹീസ് എ ബയോളജിസ്റ്റ് ആൻഡ് തിയോളജിയൻ. അതുകൊണ്ട് ജോൺ എഫ് ഹോട്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷ് തിയോളജിയാണ് എവല്യൂഷൻ തിയറിയും ക്രിസ്ത്യൻ തിയോളജിയും ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്, നമ്മൾ തിയറി ഓഫ് എവല്യൂഷനെ നെഗേറ്റ് ചെയ്ത് മണ്ടന്മാരാകരുത്. ദൈവശാസ്ത്രത്തിന് എന്ത് വലിയൊരു സമ്മാനമാണ്, അനുഗ്രഹമാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. പരിണാമത്തെ പറ്റി തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് വേറെ ചർച്ചയാവാം. അതുപോലെ ഫാദറെ, ഈ ഇപ്പം ഫിലോസഫർ റിലേറ്റഡ് നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ എക്സ്പ്ലനേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ട് കൊണ്ടുവരുന്ന സൈക്കോഫിസിക്കൽ ഹാർമണി ആണല്ലോ. അപ്പൊ അതിന് പൊതുവെ പ്രൊഫസർ ഡാനിയൽ ഡെനറ്റിന്റെ ഒക്കെ വേൾഡ് വ്യൂ, അതുപോലെ ഡഗ്ലസ് ഹോഫ്സ്റ്റേറ്ററിന്റെ ഒക്കെ അവർ പണ്ട് മുതലേ പറയുന്ന കാര്യമായിട്ടുള്ള ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസിന്റെ സബ്ജക്ടിവിറ്റി ഒരു ഇല്യൂഷൻ എന്ന് പറയുന്ന വേൾഡ് വ്യൂ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സൈക്കോഫിസിക്കൽ ഹാർമണി ഇനി റൺ ചെയ്യുമോ? സൈക്കോസൊമാറ്റിക് യൂണിറ്റിയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഡാനിയൽ ഡെന്നറ്റിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഹാർഡ് പ്രോബ്ലം ഓഫ് ഇത് ഇല്ലാത്തവർക്ക് വേണ്ടി ലളിതമായിട്ട് അവതരിപ്പിക്കാൻ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ നമ്മുടെ സോൾ എന്നൊരു കോൺസെപ്റ്റിനെ ഞാൻ മെറ്റഫിസിക്കൽ കോൺസെപ്റ്റുകൾ പറഞ്ഞപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. നമ്മുടെ നമ്മൾ അരിസ്റ്റോട്ടലിയൻ പ്രൈമറി കാറ്റഗറീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. ബീയിങ്, മാറ്റർ ആൻഡ് ഫോം. നമ്മുടെ ഹ്യൂമൻനെസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻനെസ് എവിടുന്ന് വരുന്നു? അതിന് നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. റാഷണാലിറ്റി, റാഷണൽ നേച്ചർ. അതെന്താണ്? നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി.
ഈ തിങ്കിങ് അഥവാ റാഷണൽ, അതുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ മനുഷ്യനെ എന്തെന്ന് പറഞ്ഞത്, മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നുള്ള അരിസ്റ്റോട്ടിലിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുമല്ലോ. അതിനെ തന്നെയാണ് അരിസ്റ്റോട്ടിൽ മനുഷ്യന്റെ സോൾ എന്ന് വിശേഷിപ്പിച്ചത്. നമ്മളൊരു സൈക്കോസൊമാറ്റിക് യൂണിറ്റിയാണ്, നമ്മൾ മാറ്ററും ഫോമുമാണ്, സബ്സ്റ്റൻസും ആക്സിഡൻസും ആണ്, ആക്റ്റും പൊട്ടൻസിയുമാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നതിന്റെ തന്നെ തിയോളജിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഹ്യൂമൻ ബീയിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബോഡി ആൻഡ് സോൾ എന്ന് പറയും. നമുക്ക് സോൾ ഉണ്ടെന്ന് പറയാൻ അരിസ്റ്റോട്ടലിയൻ തിങ്കിങ്ങിന്റെ കാഴ്ചപ്പാടിലെ ആർഗ്യുമെന്റ് എന്താണ്? നമ്മുടെ റാഷണാലിറ്റി ആണ് എന്നുള്ളതാണ്. റാഷണാലിറ്റിയാണ് ക്രിസ്ത്യൻ തിയോളജിയും സോളിന്റെ ലക്ഷണമായിട്ട് കാണുന്നത്. നമ്മൾ സോൾ ഉണ്ട് എന്ന് പറയുന്നത് അതിനെയാണ്. സോൾ ഉള്ളതുകൊണ്ട് നമുക്ക് റാഷണാലിറ്റി ഉണ്ട്, നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്. അതുകൊണ്ടല്ല എനിക്ക് ഇവിടെ ഉള്ളതിനെ ഓരോന്നിനെയും ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നു, മോറൽ പ്രോബ്ലംസ് പരിഹരിക്കാൻ സാധിക്കുന്നു, നമുക്ക് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാൾ ഉപരി ഐ നോ ദാറ്റ് ഐ ആം. ഹൗ ഡു ഐ നോ ദാറ്റ് ഐ നോ? അതിനെ നമ്മൾ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിനകത്തൊരു എലമെന്റ് ഓഫ് സബ്ജക്റ്റ് ഉണ്ട്, കർത്തൃനിഷ്ഠമായ ഒരു മാനദണ്ഡമുണ്ട്. വേറെ ഒന്നിനെ നമ്മൾ പെർസീവ് ചെയ്യുകയും അറിയുകയും ചെയ്യുന്നത് പോലെയല്ല, ഞാൻ എന്നെ തന്നെ അറിയുകയും എന്നെ തന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യുകയും എന്നെ തന്നെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇതൊരു സൊല്യൂഷൻ ഇല്ലാതെ ഒത്തിരി കാലം നിലനിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. എത്തിയിസ്റ്റിക് ട്രഡീഷൻസ് പൊതുവെ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് മാറ്ററിന്റെ കോംപ്ലക്സിറ്റി വഴിയായിട്ട് കോൺഷ്യസ്നെസ്സും സെൽഫ് കോൺഷ്യസ്നെസ്സും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാറ്ററിനപ്പുറത്തേക്ക് പോകണ്ട, നാച്ചുറലിനപ്പുറത്തേക്ക് പോകണ്ട, സൂപ്പർ നാച്ചുറലിലേക്ക് പോകേണ്ടതില്ല, ഫിസിക്സിനപ്പുറം മെറ്റഫിസിക്സ് ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എങ്ങനെയാ സോളോ റാഷണാലിറ്റി? അവർ സോൾ എന്നുള്ളത് ഉപയോഗിക്കുകയില്ല. കോൺഷ്യസ്നെസ്സോ സെൽഫ് കോൺഷ്യസ്നെസ്സോ റാഷണാലിറ്റിയോ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സബ്ജക്റ്റീവ് റാഷണാലിറ്റി. അത് നമ്മുടെ ബ്രെയിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽ അടിസ്ഥാന ക്വാണ്ടം കണികകളുടെ കോംപ്ലക്സിറ്റി വഴിയായിട്ട് ഉണ്ടാകുന്ന ഒരു സവിശേഷതയാണ്. അതിൽ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ മാത്രമാകുന്നു എന്നുള്ളതാണ് ഡാനിയൽ ഡെന്നറ്റിന്റെയും ടീം അദ്ദേഹത്തിന്റെ ചിന്താഗതി പങ്കുവയ്ക്കുന്ന സ്കൂളിന്റെയും ആശയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു മൊസൈക്കിലേക്ക് നോക്കുക, പല സർക്കിളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇമേജിലേക്ക് നോക്കിക്കേ. നമ്മൾ നോക്കുമ്പോൾ അതൊരു സ്റ്റാറ്റിക് ഇമേജ് ആണ്, പക്ഷെ ചുമ്മാതെ ആ സർക്കിളുകൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലേ? അതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ അറേഞ്ച് കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്ന സർക്കിളുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് എവിടെ നോക്കുന്നോ അന്ന് ആ നോക്കുന്ന ഭാഗം കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ സബ്ജക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ മാത്രമാകുന്നു എന്ന് പറയുന്നത്. ഇനി ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പലരും ഫിലോസഫിക്കൽ സർക്കിളുകളിൽ തന്നെ ലാഫ് ഓഫ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. ദിസ് എ വെരി നൈവ് ആൻഡ് റിഡക്ഷനിസ്റ്റിക് എക്സ്ട്രീംലി സൂപ്പർഫിഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോൺഷ്യസ്നെസ്. ഹൗ കുഡ് വൺ ബി നെഗേറ്റിംഗ് ദാറ്റ് ഐ നോ? ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ കോംപ്ലക്സിറ്റിയെ മുഴുവനും ഒരു ഇല്ലൂസറി എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് പറഞ്ഞ് ലളിതമായിട്ട് അങ്ങ് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുമോ? ദാറ്റ് ഈസ് സിംപ്ലി എ നെഗേഷൻ ഓഫ് ഫാക്ട് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ് ഫിലോസോഫിക്കൽ ക്രിറ്റിസിസം. ഇതിന് വേറൊരു രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഗ്രാൻഡഡ് ദാറ്റ് ഡോക്കിൻസ് ആൻഡ് ടീം ആർ റൈറ്റ് ആൻഡ് ദിസ് ഇസ് ആൻ ഇല്യൂഷൻ. ബുദ്ധിസ്റ്റ് ഫിലോസഫി എടുത്തേ, ടാവോയിസ്റ്റ് തിങ്കിങ് എടുത്തേ, ചൈനീസ് മെറ്റഫിസിക്സ്, അദ്വൈതിക ഫിലോസഫി എടുത്തേ, ഇവിടെ നമ്മുടെ മെന്റൽ കൺസ്ട്രക്ഷൻ, ഈ റിയാലിറ്റി മുഴുവൻ, റിലേറ്റിവിറ്റി തിയറിയുടെ ബേസിക് അസംഷനും അത് തന്നെയാണ്. റിയാലിറ്റി ഈസ് ടു സം എക്സ്റ്റെന്റ് എ മെന്റൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ ഡെന്നറ്റിന്റെ നെഗേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ബൈ ഫ്രെയിമിംഗ് ഇറ്റ് ആസ് പ്യുവർ മെന്റൽ കൺസ്ട്രക്ട്, പ്യുവർ ഇല്ലൂസറി കൺസ്ട്രക്ട് is rich with theological overtones provided we use other metaphysical religious framework, especially Eastern mystical traditions of Buddhism, Taoism and so on. Of course, ഡെന്നറ്റും കൂട്ടരെ നെഗേറ്റ് ചെയ്യുന്നത് അരിസ്റ്റോട്ടേലിയൻ ക്ലാസിക്കൽ ലോജിക്കിനെയാണ്. ഈ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടേലിയൻ ക്ലാസിക്കൽ ലോജിക്കിന്റെ പല പരിമിതികളും അൺറാവൽഡ് ആകും. അരിസ്റ്റോട്ടേലിയൻ ക്ലാസിക്കൽ ലോജിക്കിന്റെ നിർവചനത്തിലുള്ള കോൺഷ്യസ്നെസ്സിനെ വേണമെങ്കിൽ, സോളിനെ വേണമെങ്കിൽ ഡെന്നറ്റും കൂട്ടരെ നെഗേറ്റ് ചെയ്യുന്നത് പറയാം. അതുകൊണ്ട് അതാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സോളിനെ പറ്റിയുള്ള ഒരുപാട് പുതിയ പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. മാറ്റർ മാത്രം മതി എന്നുള്ളത് എന്ന് വിശ്വാസിക്ക് പോലും ചിലപ്പോൾ അഡ്വാൻസ്ഡ് തിയോളജിക്കൽ തിങ്കിങ് ആണ് കേട്ടോ, എല്ലാം മനസ്സിലായെന്ന് വരികയില്ല. അടുത്ത കാലത്ത് ഞാൻ ഒരു ന്യൂറോ സയൻസിന്റെ ലേഖനം വായിച്ചതാണ്. He says he believes in God and he believes in a personal God. At the same time, I am a materialist. അതാ അദ്ദേഹം പറയുന്നത്. കാരണം ഈ മാറ്റർ എന്ന് പറയുന്നത് എത്രയോ കോംപ്ലക്സ് ആൻഡ് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ആണെന്ന് അറിയാമോ? ഉദാഹരണം, ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഫെനോമെനൻ. ഞാൻ അന്ധനാണ്, കൺഫേംഡ് ബ്ലൈൻഡ് ആണ് ഞാൻ. എന്റെ മുമ്പിൽ, ഞാൻ കണ്ണിന് മുമ്പിൽ കൈ വെക്കുന്നത് എന്റെ സയന്റിസ്റ്റ് കൈ കാണുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ കൈ മൂവ് ചെയ്യുക, എനിക്ക് എന്റെ കൈ കാണാമെന്നാണ് പറയുന്നത്. ഞാനൊരു വസ്തു, അവിടെ ഒരു ഫാൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷണവും ഇല്ല, ശബ്ദമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് പോയി തൊട്ട് കാണിക്കും. ബ്ലൈൻഡ് മേൻ. ഇതിനാണ് ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മസ്തിഷ്കത്തിൽ ഏതാണ്ട് 30ഓളം മേഖലകൾ വിഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അതിൽ ഏത് റീജിയനാണ് ഡാമേജ് പറ്റിയിരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് നമ്മുടെ വിഷൻ ബ്ലൈൻഡ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് വിഷനെയാണ് ഇവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന മേഖല ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ബ്ലൈൻഡ് സൈറ്റ് സാധ്യമാകുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, ഈ മാറ്റർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമായിരുന്നുവെങ്കിൽ ഈ ബ്ലൈൻഡ് സൈറ്റ് പോലെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടൊരു ഫെനോമിനൻ ഉണ്ടാകാൻ സാധിക്കുമായിരുന്നോ? അതുകൊണ്ടാണ് ഡെന്നറ്റും കൂട്ടരും മാറ്റർ മതി, സോള് വേണ്ട, ഫിസിക്കൽ
നമ്മുടെ സൊമാറ്റിക് ഇന്റർപ്രിട്ടേഷൻ മാത്രം മതി, സൈക്കിക് ഇന്റർപ്രിട്ടേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ആ മാറ്റർ തന്നെ എസെൻഷ്യലി സൈക്കിക് ആണ്, സ്പിരിച്വൽ ആണ്. അങ്ങനെയുമുണ്ട് തിയോളജിക്കൽ തിങ്കിങ് എന്നുള്ളത് നമ്മൾ അറിയുക. ഇത് തന്നെയായിരുന്നു ഒറിജിനൽ ഹീബ്രു വിഷനും ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വിഷനും. ബാറ, നെഫേഷ് തുടങ്ങിയ പദാവലികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ആത്മാവ് എന്നുള്ള സംജ്ഞയെ ഉപയോഗിക്കാൻ വേണ്ടി. അത് ഒരേ സമയത്ത് തന്നെ ഫിസിക്കൽ സ്പിരിച്വൽ ബീയിങ്ങുകളെ ഒരുപോലെ സൂചിപ്പിക്കുന്നതാണ്. ബോഡിയും സോളും ഒന്ന് തന്നെയാണെന്നുള്ള കാഴ്ചപ്പാടാണ്. പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്നിരുന്നാൽ പോലും ബോഡി ഈസ് എസെൻഷ്യലി സോളിഷ് എന്നുള്ളതാണ്. സ്പിരിറ്റ് മാറ്റർ യൂണിറ്റി അവിടെ കാഴ്ച. പിന്നീട് ഗ്രീക്ക് തത്വചിന്തയുടെ ചുവട് പിടിച്ച് ന്യൂ ടെസ്റ്റമെന്റ് എഴുതപ്പെടുകയും അത് വ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് സൈക്കോസൊമാറ്റിക് ഡ്യുവലിസം കടന്നു വരുന്നത് ക്രിസ്ത്യൻ തിയോളജിയിൽ. അതുകൊണ്ട് ഞാൻ ഡെന്നറ്റിന്റെ കൂട്ടരുടെയും എത്തിയിസ്റ്റിക് ആർഗ്യുമെന്റുകൾ ഞാൻ രണ്ട് രീതിയിലാണ് കണ്ടത്. ഒന്നാമത് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ സയന്റിഫിക് ആൻഡ് ഫിലോസോഫിക്കൽ ലൂപ്പ് ഹോൾസ്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ ഇന്ന് ന്യൂറോ സയന്റിസ്റ്റുകളോ ഫിസിസിസ്റ്റുകളോ എൻഡോഴ്സ് ചെയ്യുന്നവയല്ല. ദാറ്റ് ഈസ് എ വെരി നൈവ് ആൻഡ് റിഡക്ഷനിസ്റ്റിക് ആർഗ്യുമെന്റ്. പക്ഷേ ഈ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്, even if we grant that Dennett is true, Dennett is tenable, there are rich theological resources at stake in the seemingly atheistic interpretations of Dennett and team. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടി. ഓക്കെ, ഇനി അടുത്ത ആരാ ചോദിക്കുന്നേ? ക്രിസ്റ്റഫർ ആണോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ ഇത് കേട്ടിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ. എനിക്ക് ചോദിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സാധാരണ ഈ പല ഇതിലൊക്കെ പോകുമ്പം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ വെൻ വി ടോക്ക് അബൌട്ട് ഫിലോസഫി, ഈ ചില ആൾക്കാർ ഉടനെ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഫിലോസഫിക്ക് എന്താണ് തെളിവുള്ളത്? ഫിലോസഫി ഇന്ന് ആരാണ് ഉപയോഗിക്കുന്നത്? ഫിലോസഫി പഠിച്ചത് കൊണ്ട് എന്താണ് ഉപയോഗം? ഫിലോസഫിയും സയൻസ് ആണ് പഠിക്കേണ്ടത്, ഫിലോസഫി നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല തുടങ്ങിയ ചില വാദഗതികളാണ്. അതിന് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫിലോസഫിക്ക് എംപിരിക്കൽ ആയിട്ടൊരു എവിഡൻസും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അച്ഛൻ അതിനെ എങ്ങനെ കാണും? അത് വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു വിമർശനമാണ് ഫിലോസഫി. അത് അതിനെ പോപ്പുലർലി പറയുന്നതാണ്, ഫിലോസഫി ഇസ് ദ സെർച്ച് ഫോർ എ ബ്ലാക്ക് കാറ്റ് ഇൻ എ ഡാർക്ക് റൂം വിച്ച് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് എന്ന്. ഒരു ഇരുണ്ട മുറിയിൽ നിലനിൽക്കുന്നില്ലാത്ത പൂച്ചയെ അന്വേഷിച്ച് പോകുന്നതാണ്, കറുത്ത പൂച്ചയെ അന്വേഷിക്കുന്നതാണ് തത്വശാസ്ത്രം എന്ന പൊതുവെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള വിമർശനം എന്ന് പറയും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ഫിലോസഫിയുടെ തനത് സ്വഭാവമാണ് ഈ അന്വേഷണം എന്ന് പറയുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ എന്നിലെ ഫിലോസഫർ ആണെന്നുള്ളത് നമ്മൾ അറിയണം. എന്താണ് ഫിലോസഫി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം? ഫിലോസഫി പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിലോസഫി ഒരു യൂണിവേഴ്സിറ്റി സിലബസോ കരിക്കുലമോ ഒരു ഡിസിപ്ലിൻ്റെയോ ഭാഗമായിട്ടാണെന്നുള്ളതല്ല. ഫിലോസഫി നമ്മുടെ ഉള്ളാലേ ഉള്ളത് കൊണ്ടാണ്. ഈ ചോദ്യം ചോദിക്കുന്നതോ വിമർശന ബുദ്ധി വരുന്നതോ നമ്മിലെ തന്നെ ഫിലോസഫറുടെ ആവിഷ്കാരമാകുന്നു എന്നുള്ളതാണ്. അതിനെ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സയൻസ് അല്ലേ പഠിക്കേണ്ടത്, എംപിരിക്കലി കൺഫേംഡ് അല്ലേ? അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയ അപകടം എന്ന് പറയുന്നത്. എന്താണ്? ഫിസിക്സ്, അരിസ്റ്റോട്ടിൽ ഫിസിക്സ് എഴുതി ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ സനാതനമായ ചോദ്യങ്ങൾക്ക് ഉത്തരമാകും. നമ്മുടെ ക്വസ്റ്റ് ഫോർ മീനിങ്ങിന് എവിടെയും നമ്മളെ എത്തിച്ചു കൊണ്ടുവരാനാകുന്നില്ല സയൻസിലൂടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെറ്റഫിസിക്സ് എഴുതാനായിട്ട് പോയത്. നമുക്ക് വേണ്ടത് അർത്ഥങ്ങളാണ് വേണ്ടത്, പർപ്പസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിലേക്കാണ് ഫിലോസഫിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സയൻസ് പഠിക്കണം, തീവ്രമായിട്ട് പഠിക്കണം. സയൻസ് ഗൗരവമായിട്ട് പഠിക്കുന്നവർ സയൻസിന്റെ ഫിലോസഫിയും പഠിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫിലോസഫി ഓഫ് സയൻസ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നടത്തുന്ന പ്രോജക്റ്റുകൾ തന്നെ സയൻസ് റിലീജിയൻ ഡയലോഗ്, സയൻസ് ഫിലോസഫി ഡയലോഗ്, സയൻസ് ആൻഡ് ഇറ്റ്സ് ഇന്റർഡിസിപ്ലിനറി ഇംപ്ലിക്കേഷൻസ്, ഇതെല്ലാം മെറ്റാ സയൻസാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് എന്ന് പറയാം. സയൻസ് ഇല്ലാതെ നമുക്ക് ഫിലോസഫി ഇല്ല. ഫിലോസഫിയെ റിഫൈൻ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും അഡ്വാൻസ് ചെയ്യാനും സയൻസിന് സാധിക്കും, കൂടുതൽ ശരിയായ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട്. ആ ഇൻഫർമേഷൻസിന്റെ വൈ, ആ ഇൻഫർമേഷൻസിന്റെ പർപ്പസീവ്നെസ്, ആ ഇൻഫർമേഷൻസിന്റെ വാല്യൂ ലേഡൻനെസ്, ആ ഇൻഫർമേഷന്റെ തിയററ്റിക്കൽ ഡൈമെൻഷൻ, ഇതൊക്കെയാണ് ഫിലോസഫി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ചെസ്റ്റർട്ടൺ പറഞ്ഞത്, there is nothing more practical than a good theory. ഫിലോസഫി പഠിക്കേണ്ട, സയൻസാ പഠിക്കേണ്ടത് ജോലി കിട്ടണമെങ്കിൽ എന്ന് പറയുന്നത് എന്നതാണ്? ഒരു തിയറിയാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിയറികൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഫിലോസഫിയിൽ നിന്നാണ്, നമ്മുടെ കൺവിക്ഷൻസിൽ നിന്നാണ്. ചിലപ്പോൾ തെറ്റായ തിയറികളായിരിക്കും നമ്മളെ നൽകുന്നത്. ജെനുവിൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ആശയങ്ങളുടെ ലോകത്തിലൂടെ വിവരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ടെക്നോക്രാറ്റ് ആയതുകൊണ്ട് മാത്രം സംതൃപ്തി ലഭിക്കുകയില്ല. ടെക്നീഷ്യൻസ് ആയിരിക്കും. അത് ടൂൾ മേക്കിംഗ് ആ. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ടൂൾ മേക്കിംഗ് ആ, എഞ്ചിനീയറിംഗ് ആ. ഇന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഗവേഷണങ്ങൾ നടത്തുന്നത് പോലും എങ്ങനെ കമ്പ്യൂട്ടർ ചിപ്പുകളുടെ വേഗത കൂട്ടാം, വീഡിയോ ഗെയിമുകളുടെ വേഗത വർദ്ധിപ്പിക്കാം. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് എന്നതാ? സ്മാർട്ട് ജനറേഷൻ നമുക്കുള്ളത് അല്ലേ? സ്മാർട്ട് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയും. പക്ഷേ ഈ ജനറേഷന്റെ ഏറ്റവും വലിയ ധൈര്യപ്രകടനം എന്നതാ? ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ചറിയാം. എനിക്ക് ഈ ജനറേഷനെ പറ്റി ഒരു പരിധിവരെ സഹതാപ ഭീരുക്കളായവന്മാരെ എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ആരെയും സൂചിപ്പിച്ചുകൊണ്ടല്ല, നമ്മുടെ സോ കോൾഡ് ബീറ്റ ജനറേഷൻ. ഞാൻ കളിയാക്കിക്കൊണ്ട് പറയും, ഇവരുടെ ധൈര്യം മുഴുവൻ ആത്മഹത്യ ചെയ്യാനാണ് എന്ന് പറയും. കാരണം ആത്മഹത്യ ചെയ്യാൻ ഒരു പേടിയില്ല, മടിയുമില്ല ഇവർക്ക്. കാരണം അർത്ഥങ്ങളില്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് ഈ ശൂന്യതയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ വർദ്ധിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസിന്റെ നിഗമനം അനുസരിച്ച് തന്നെ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം മരണങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഡിപ്രഷൻ റിലേറ്റഡ് ഡിസീസുകൾ കൊണ്ടായിരിക്കും. ഇത് നമ്മുടെ റിലേഷണാലിറ്റിയുമായിട്ട്, നമ്മുടെ സാങ്കേതിക
വിപ്ലവങ്ങളൊക്കെ കൊണ്ടുവരുന്ന അവിശുദ്ധമായ ഒത്തുതീർപ്പുകളുടെ മൂല്യനിരപേക്ഷതയുടെ മൂല്യനിരാസനത്തിന്റെ സാമൂഹിക ദുരന്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ മീനിങ്ങുകളെയും ഫണ്ടമെന്റൽ പർപ്പസുകളെയും മൂല്യങ്ങളെയും സംബന്ധിക്കുന്ന പഠനങ്ങൾ കൂടി ഇതോടൊപ്പം ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ശാസ്ത്രം വെറും സാങ്കേതിക വിദ്യ മാത്രമായിട്ട് അവസാനിക്കും. യഥാർത്ഥ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സയൻസ് ഒന്നും വെറും സാങ്കേതിക വിദ്യ കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നില്ല. ഐൻസ്റ്റൈൻ്റെ ബയോഗ്രഫിയുടെ പേര് ഐൻസ്റ്റൈൻ ദ ഫിലോസഫർ സയന്റിസ്റ്റ് എന്നായിരുന്നു. ഐൻസ്റ്റൈൻ വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ. ക്വാണ്ടം ഫിസിക്സിന്റെ ഉപജ്ഞാതാവായ വേണർ ഹൈസൻബർഗ് ഈ ക്വാണ്ടം ബബിൾ ചേമ്പറിന്റെ സ്ട്രഗിളുകൾ മുഴുവൻ അനുഭവിച്ചിരുന്ന റിലാക്സ് ചെയ്യാൻ വേണ്ടി സായാഹ്നങ്ങൾ അദ്ദേഹം മലമുകളിലേക്ക് നടക്കാൻ പോകും. അവിടെ അദ്ദേഹം തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്: ക്യാൻ നേച്ചർ ബി ആസ് അബ്സേർഡ് ആസ് ഇറ്റ് സീംസ് ടു us in these atomic experiments? നമ്മൾ ഈ കാണുന്നത് പോലെ ഇത്രമാത്രം അസംബന്ധ പൂർണ്ണമാണോ ഈ പ്രപഞ്ചം? അതൊരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം ഫിസിക്സ് ഡെവലപ്പ് ചെയ്ത കാലഘട്ടത്തെ നിക്ക് ഹെർബർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു 2 നില കെട്ടിടത്തോടെ ഉപമിച്ചിരിക്കുന്നത്. 2ാം നിലയിൽ മുഴുവനും വലിയ ആൾക്കൂട്ടമാണ്. കാരണം അത് മുഴുവൻ ടെക്നോക്രാറ്റുകളാണ്. എങ്ങനെ ഈ ക്വാണ്ടം ഫിസിക്സിന്റെ ഉൾക്കാഴ്ചകളെ ടെക്നോളജിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നൊബേൽ പ്രൈസ് മേടിച്ചെടുക്കാം, കാശുണ്ടാക്കാം എന്നുള്ളത് അവരുടെ മുഴുവൻ. അവിടെ ഭയങ്കര തിരക്കാ. 1ാമത്തെ നിലയിൽ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് മുഴുവൻ ഈ 1ാം നിലയിലാണ്. അവർ അന്വേഷിക്കുക ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ മീനിങ് എന്താണ്, സൂപ്പർ പൊസിഷനിങ്ങിന്റെ മീനിങ് എന്താണ്, എന്താണ് ഇതിന്റെ പിന്നിലെ പ്രാപഞ്ചിക രഹസ്യം. അത് ഫിലോസഫേഴ്സിന്റെ ഡൊമെയിനാണ്. നമ്മൾ ഈ ക്ലബ് ഹൗസിൽ നടത്തുന്ന ഈ ചർച്ച തന്നെ 1ാമത്തെ നിലയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നടന്ന ചർച്ചയാണെന്ന് പറയാം. അതുകൊണ്ട് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയുക, നിങ്ങൾ തന്നെ നല്ല ഫിലോസഫേഴ്സ് ആയതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് ഫിലോസഫിയെ കില്ല് ചെയ്യാതെ അവരിലെ ഫിലോസഫിയെ തന്നെ നർച്ചർ ചെയ്യാൻ ആവശ്യപ്പെടുക. നത്തിങ് മോർ പ്രാക്ടിക്കൽ ദാൻ എ ഗുഡ് തിയറി. ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആശയങ്ങളാണ്. ടെക്നോളജിയിലേക്ക് കൊണ്ടുവരുന്ന ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് നമുക്ക് എത്തിക്സ് വേണം. അത് ഫിലോസഫിയുടെ ഡൊമെയിനാണ്. അല്ല ഒറ്റ ടെക്നോളജി കൊണ്ട് തീരും. ഓക്കെ, ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ ഒരു ചോദ്യം? ഹലോ, ഈശ്വമിശിഹായ്ക്ക് സ്ഥിരീകരിക്കട്ടെ അച്ചോ? അച്ചോ, എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഈ ക്ലബ് ഹൗസിൽ സ്ഥിരം കേൾക്കുന്ന, നമ്മൾ സ്ഥിരം ഡയലോഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചിലവർ പറയുന്നു ഗോഡ് ക്യാൻ ഓൺലി ബി എ മോണോ ഹൈപ്പോസ്റ്റാറ്റിക്. വേറാസ് നമ്മുടെ ആർഗ്യുമെന്റ് നമ്മൾ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ ഗോഡ് ക്യാൻ ഓൺലി എക്സിസ്റ്റ് ആസ് എ ട്രൈ ഹൈപ്പോസ്റ്റാറ്റിക്. ഇതിന്റെ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ആർഗ്യുമെന്റ്സ് എന്താണ്? റാഷണൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ഗോഡ് ക്യാൻ ഓൺലി ബി എ ട്രൈ ഹൈപ്പോസ്റ്റാറ്റിക് എന്ന് പറയുന്നതിന്റെ ആർഗ്യുമെന്റ്സ് നല്ല ഫിലോസഫിക്കൽ? അല്പം കൂടെ ഈ തിയോളജിയുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചർച്ച ചെയ്തിട്ട് അത് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, ഫൈൻ. ഈ ചർച്ച എന്താണ്, ഒത്തിരി ഫാർ ഫെച്ച്ഡ് ആൻഡ് ഔട്ട്ഡേറ്റഡ് ആണ്. ക്ലാസിക്കൽ മെറ്റഫിസിക്സിന്റെ കാറ്റഗറി കടന്നുകൊണ്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഹോട്ട് ചർച്ചകൾ അവയൊക്കെ ആയിരിക്കാം. പക്ഷെ തിയോളജിയിൽ തന്നെ നമ്മൾ ഈ ചർച്ചകൾ, കാത്തലിക് തിയോളജി തന്നെ ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് ട്രിനിറ്റിയൊക്കെ വിശദീകരിക്കുന്നത് ഒരുപാട് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചിന്താപദ്ധതികൾ പരിചയപ്പെടാത്തത് കൊണ്ട് മോണോ ഹൈപ്പോസ്റ്റാറ്റിക് ആണോ അതോ ട്രൈ ഹൈപ്പോസ്റ്റാറ്റിക് ആണോ ഈ വക വിശദാംശങ്ങളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ നമുക്ക് ട്രിനിറ്റിയെ പറ്റി തന്നെ ഒരു ചർച്ച വെക്കാൻ തുടർന്ന് വരുന്ന സെഷൻസിൽ അവിടെ വിശദീകരിക്കാം. ഇത് ഞാൻ ചോദിക്കാലോ അല്ലേ? ഓക്കെ. രണ്ടാമത് ഇത് ഇന്നത്തെ ചർച്ച ഞാൻ കേട്ടപ്പോ അച്ഛൻ സ്റ്റാർട്ടിങ്ങില് അച്ഛൻ ഐഡിയലിസം പറഞ്ഞു, അത് കഴിഞ്ഞ് ഡ്യുവലിസത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഫോണിലാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഐഡിയലിസം പറഞ്ഞു, അത് കഴിഞ്ഞ് ഡ്യുവലിസത്തിലേക്ക് പോയി, അത് കഴിഞ്ഞ് അവസാനം മെറ്റീരിയലിസം പറഞ്ഞു. അപ്പോ ആക്ച്വലി വാട്ട് ഈസ് ദ വ്യൂ? ഇതിൽ മൂന്നും കൺകറന്റ്ലി ശരിയായിരിക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം പ്രോബബിലിറ്റി, നമ്മൾ ഫിലോസഫി ടോക്ക് അബൌട്ട് പ്രോബബിലിറ്റി, അപ്പൊ ഇതിൽ ഒരെണ്ണമേ ശരിയായിരിക്കാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് അച്ഛന്റെ വ്യൂ എന്താണ് ഇതിൽ? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞത് തന്നെ ആരാ ചോദിക്കുന്ന, ആരാ പേരെങ്ങനെയാണോ? ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ മനസ്സിലാക്കിയതിൽ അല്പം പെശകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഐഡിയലിസം പ്രാക്ടിക്കലി അവതരിപ്പിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഐഡിയലിസം കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടേലിയൻ ബൈനറി എപ്പിസ്റ്റമിക് കാറ്റഗറീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഡ്യുവലിസം നമ്മൾ പൂർണ്ണമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. കൺവെൻഷണൽ ഫിലോസഫിയിൽ നമ്മൾ ഡ്യുവലിസം എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി സോൾ ഡ്യുവലിസം, ഗോഡ് വേൾഡ് ഡ്യുവലിസം ഒക്കെ. നമ്മൾ അതിനവിടെ ആന്ത്രോപോളജിയോ കോസ്മോളജിയോ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല, തിയോളജിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ മെറ്റീരിയലിസം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞത്, അത് നമ്മൾ എന്താണ് ഒരു ഇൻസ്ട്രുമെന്റൽ പർപ്പസിൽ മാത്രമേ ഞാൻ മെറ്റീരിയലിസം ഡീൽ ചെയ്തിട്ടുള്ളൂ. അത് ഡെന്നറ്റിന്റെ പർപ്പസിന്. പിന്നെ ഇത് മൂന്നും ശരിയാവാൻ ഒരേ സമയത്ത് ഒന്നാകാൻ പറ്റും. അതും ഒരു ഡ്യുവലിസ്റ്റിക് എപ്പിസ്റ്റമിക് പ്രീ സപ്പോസിഷൻ ആണ്. ബൈനറീസിൽ ഒന്നേ ശരിയാകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അതല്പം കൂടെ ഗഹനമായ ഫിലോസഫിയാണ്. ബൈനറീസിന്റെ കാലം ഒരു പരിധിവരെ കഴിഞ്ഞു. മാത്തമാറ്റിക്സ് തന്നെ എന്താണ് യെസ് ഓർ നോ, ഐദർ ഓർ യെസ് ഓർ നോ എന്നുള്ള ഇതിന്റെ ക്ലാസിക്കൽ ലോജിക്കിൽ മാത്രമേ അതിന് ടെനബിൾ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇന്ന് മോഡേൺ എപ്പിസ്റ്റമിക് കാറ്റഗറീസിലെ കോംപ്ലിമെന്റാരിറ്റി ഈവൻ ഓഫ് ദി കോൺട്രഡിക്ടറീസ്, ഈവൻ ഓഫ് ദി സീമിംഗ്, നമ്മൾ ഈ കോൺട്രഡിക്ടറീസ് പറയുന്നത് ഉള്ളി സീമിംഗ്ലി കോൺട്രഡിക്ടറി, കോംപ്ലിമെന്റാരിറ്റി ഓഫ് ദി ഓപ്പോസിറ്റ്സ്. ഫിസിക്സിൽ തന്നെ ഉദാഹരണം എടുത്തേ, കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിൾ ഇൻ ക്വാണ്ടം ഫിസിക്സ്. വേവും പാർട്ടിക്കിളും ഡ്യുവൽ കാറ്റഗറീസ് ആണ്, രണ്ടും ഒരേ സമയത്ത് ശരിയാവാൻ പാടില്ല. കൺഫൈൻഡ് ടു എ സ്മോൾ റീജിയൻ ആൻഡ് എക്സ്റ്റെൻഡ് ഓവർ എ വാസ്റ്റ് റീജിയൻ, അതാണ് പാർട്ടിക്കിളും വേവും. പക്ഷേ ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സംഗതിക്ക് ആയിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
ചലിച്ചുകൊണ്ടിരിക്കുകയും നിശ്ചലമായിരിക്കുകയും ചെയ്യുന്നു. ഒരു സംഗതി ഒരേ സമയത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയും നിശ്ചലമായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? പക്ഷേ 4 ഡൈമെൻഷണൽ സ്പേഷ്യോ ടെമ്പറൽ ഫാബ്രിക്കിൽ അതൊരു കോൺട്രഡിക്ഷൻ അല്ല. പോൾ ഡിറാക്ക് ചോക്ക് ഒടിച്ചിട്ട് എത്ര കഷ്ണമാണെന്ന് പിള്ളേരോട് ചോദിക്കും. 2 കഷ്ണം അവർ പറയും. അദ്ദേഹം അല്ല, അത് നിങ്ങളുടെ ക്ലാസിക്കൽ എപ്പിസ്റ്റമോളജിയിൽ ആ ചോക്ക് 2 കഷ്ണമേ ഉള്ളത് നിങ്ങൾ പറയുന്നത്. എൻ്റെ ഇരിക്കുന്ന ചോക്ക് ഇപ്പോൾ 3 കഷ്ണം, ഒടിച്ച 2 കഷ്ണവും ചോക്ക് ഒടിച്ചതിന് ശേഷം ഒടിയാതെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും അങ്ങനെയാ കാര്യം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബൈനറി ലോജിക്കിന്റെ പരിമിതി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ക്രിസ്റ്റഫർ എന്നോട് ചോദിക്കുന്ന ചോദ്യം ക്ലാസിക്കൽ ലോജിക് എപ്പിസ്റ്റമോളജിയുടെ ഫ്രെയിംവർക്ക് ശരിയാണ്, 3 ഒരേ സമയത്ത് ശരി, ഐദർ ഓറേ ശരിയാവാൻ പറ്റുകയുള്ളൂ. ഞാൻ അപ്പോൾ ഈ പുതിയ എപ്പിസ്റ്റമിക് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഡും ഈവിളും പോലും കംപ്ലീറ്റ്ലി എക്സോസ്റ്റീവ്ലി അൾട്ടിമേറ്റ്ലി അബ്സല്യൂട്ട്ലി ഡ്യുവലിസ്റ്റിക് ആയിരിക്കണം നിർബന്ധമില്ല. അവ ദർ ആർ ഓവർലാപ്പിംഗ് ഏരിയാസ്. ഉദാഹരണം ഞാൻ മാത്തമാറ്റിക്സ് എന്നൊരു ഉദാഹരണം പറയും. നമ്മൾ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോവുകയുള്ളൂ അല്ലേ. 6നും 7നും ഇടയ്ക്ക് എന്തുമാത്രം ഉണ്ട്? 6.1 ഉണ്ട്, 6.2 ഉണ്ട്, 6.5 ഉണ്ട്, 6.6 ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണുകയില്ല. ട്രൂത്ത് ഇവിടെ വേരി ചെയ്യും 6നും 7നും ഇടയ്ക്ക്. അതാണ് ഫസി ലോജിക് എന്ന് പറയുന്ന കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ. അപ്പോൾ മാത്തമാറ്റിക്കലി തന്നെ ഈ ബൈനറീസിന് അപ്പുറത്തേക്ക് കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് പോസ്റ്റ് മോഡേൺ മാത്തമാറ്റീഷ്യൻസ് തന്നെ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പോൾ പ്രാക്ടിക്കലി ഞാൻ കോൺഷ്യസ്നെസ്സിനുള്ള ഉത്തരം കൊടുത്തതിൽ പറഞ്ഞിരുന്നത് ഡെന്നറ്റ് കോൺഷ്യസ്നെസ് ഇല്ലൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും അത് മെറ്റീരിയലിസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ മെറ്റീരിയലിസം ഈസ് എസെൻഷ്യലി തെയിസം, മെറ്റീരിയലിസം ഈസ് എസെൻഷ്യലി മിസ്റ്റിസിസം എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എങ്ങനെ അതിനെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുള്ളതിനനുസരിച്ച് അതിന് എത്തീസമാണല്ലോ എന്ന് സീമിംഗ്ലി അപ്പാരൻ്റ്ലി തോന്നിപ്പോകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കോൺകറൻ്റ്ലി 3ഉം ശരിയായിരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി വേണ്ട. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ഫിസിക്സിലെ ഡെവലപ്മെൻറ്റുകളും, എനിക്ക് ഒരുപക്ഷെ എൻ്റെ ബയസ് ഇതിനകത്ത് ഉണ്ടാകും കേട്ടോ, അതിന് അംഗീകരിക്കുന്നു. ഫിസിക്സിലെ ഡെവലപ്മെൻറ്റുകൾ, ന്യൂറോ സയൻസിലെ ഡെവലപ്മെൻറ്റുകൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് പാൻ സൈക്കിസ്റ്റ് വേൾഡ് വ്യൂവിലേക്കാണ്. എവറിത്തിങ് ഈസ് കോൺഷ്യസ്നെസ്, മൈൻഡ് ഈസ് പ്രൈമറി എന്നുള്ള ആശയത്തിലേക്കാണ്. മാറ്ററിനെ നെഗേറ്റ് ചെയ്തുകൊണ്ടല്ല അത് പറയുന്നത്. മാറ്റർ ഹാസ് ബീൻ കാർവ്ഡ് ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ള ആശയമാണ് പാൻ സൈക്കിസം. ഹോഫ് ഈസ് കോൺഷ്യസ്നെസ് എവരിവെയർ. ജേണൽ ഓഫ് കോൺഷ്യസ്നെസ് സ്റ്റഡീസ് ആണ് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജേണൽ. അവർ പാൻ സൈക്കിസിനെ പറ്റി തന്നെ ഒരു കംപ്ലീറ്റ് എഡിഷൻ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ന്യൂറോ സയൻറ്റിസ്റ്റുകളും ഫിലോസഫേഴ്സുകളും ഒക്കെ എഴുതുന്ന ജേണലാണ് ഇവയൊക്കെ. അതിൻ്റെ പാൻ സൈക്കിസ്റ്റ് ഐഡിയാസിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് നീങ്ങുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാം. മെറ്റീരിയലിസ്റ്റോടുള്ള മുഴുവൻ ബഹുമാനവും വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഐദർ ഓർ, because philosophy, theology, and consequently our methodology itself has advanced further along that line. Okay. Okay, അച്ഛാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളെ ഈ ഇതിന്റെ അകത്ത് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന, യൂഷ്വലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റ് വ്യൂ എടുക്കുന്ന ആൾക്കാർ, എക്സ്പെഷ്യലി പ്രിഡോമിനന്റ്ലി ഏത്തീസ്റ്റുകളാണല്ലോ മെറ്റീരിയലിസ്റ്റ് എടുക്കുന്നത്. അത് ഫാദർ തന്നെ ഇപ്പൊ പറഞ്ഞു, മെറ്റീരിയലിസ്റ്റിക് വ്യൂവില് റിച്ചാർഡ് ഡോക്കിൻസ് അടക്കമുള്ള ആൾക്കാർ ടെല്ലിംഗ് ദാറ്റ് കോൺഷ്യസ്നസ് ഈസ് എൻ ഇല്യൂഷൻ. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യൻ തിയോളജിയുടെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്ത്യൻ തിയോളജിയുടെ എക്സ്പെഷ്യലി കാത്തലിക് തിയോളജി, അതേപോലെ ഓർത്തഡോക്സ് തിയോളജിയുടെ എല്ലാം വൺ ഓഫ് ദ ബേസിക് തിങ് എന്ന് പറയുന്നത് ഫ്രീ വിൽ തന്നെയാണ്. അപ്പോൾ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഇറ്റ് സയന്റിഫിക്കലായിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിനോട്? ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ഇറ്റ്? അത് മെറ്റീരിയലിസ്റ്റിനോട് അല്ലെങ്കിൽ ജനറലി ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ഫ്രീ വില്ലിനെ അല്ലേ? ഫ്രീ വില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതൊക്കെ പ്യുവർ ക്രിസ്ത്യൻ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ മാത്രം ചോദിക്കുന്നതെങ്കിൽ വളരെ ലളിതമാണ്. നമുക്ക് ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ ആന്ത്രോപോളജിക്കൽ ഡിസ്കഷനിലേക്ക് പോയില്ലായിരുന്നു, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഞാൻ പ്യുവർ ഫിലോസോഫിക്കൽ കാറ്റഗറീസ് മാത്രമേ. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ അറിവും സ്വാതന്ത്ര്യവും ഉള്ളവനായി സൃഷ്ടിച്ചു എന്നാണ് അത് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഹ്യൂമൻ ബീയിങ്സ് ആർ പേഴ്സൺസ് എന്നുള്ളതാണ്. പേഴ്സൺ എന്ന നിർവചനത്തിൻ്റെ അർത്ഥം കൺസിസ്റ്റിംഗ് ഓഫ് നോളജ് ആൻഡ് ഫ്രീഡം എന്നുള്ളതാണ്. അറിവും ഉണ്ടായിരിക്കണം, സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. പറഞ്ഞല്ലോ ഞാൻ മെറ്റഫിസിക്കൽ കാറ്റഗറീസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പം പറഞ്ഞല്ലോ ഗോഡ് ഷുഡ് ബി പെർഫെക്റ്റ് എന്നുള്ളത് ലോജിക്കൽ ഡെഫിനേഷൻ ആയിട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗോഡ് പെർഫെക്റ്റ് ആയിരിക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും പെർഫെക്ഷൻ ദൈവത്തിലുണ്ടായിരിക്കണം. നോളജിൻ്റെ പെർഫെക്ഷൻ ദൈവത്തിലുണ്ടായിരിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ പെർഫെക്ഷൻ, ഗോഡ് ഈസ് അബ്സല്യൂട്ട് ഫ്രീഡം, ഇൻഫിനിറ്റ് നോളജ്. ഈ ഫ്രീഡം എന്നുള്ള കോൺസെപ്റ്റിന് ക്രിസ്ത്യൻ തിയോളജി വേറൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ലവ് എന്നുള്ള പദമാണ്. അതിന് മൂന്നും നമുക്ക് ഉപയോഗിക്കാം. ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ഫ്രീഡം, നോളജ് ആൻഡ് ലവ്. ദൈവം മനുഷ്യനെ ചില ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ജുഡയോ ക്രിസ്ത്യൻ ട്രഡീഷൻ പറയുന്നതിൻ്റെ അർത്ഥം ദൈവം തന്നെ പോലെ ഇൻഫിനിറ്റ് ആയിട്ടല്ലെങ്കിലും തൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒത്തിരി പങ്കുപറ്റുന്ന
തന്നോട് അടുത്ത് നിൽക്കുന്ന ഒരു ബീയിങ്ങിനെ സൃഷ്ടിച്ചു. അതാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അവന് റാഷണാലിറ്റി ഉണ്ട്. അതുവരെ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാതിരുന്ന എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പോലും മിനിമൽ ഫോമിലുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നതിലും ഉപരിയായിട്ട് അറിവ് നേടാനുള്ള കഴിവും അറിവുള്ളവനും സ്വയാവബോധമുള്ളവനായിട്ടും സ്വതന്ത്ര ബുദ്ധിയുള്ളവനായിട്ടും സ്വതന്ത്ര ചിന്തയുള്ളവൻ അഥവാ ഇച്ഛാശക്തി ഉള്ളവനായിട്ടും അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫ്രീഡത്തിന്റെ അർത്ഥം. മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം തന്റെ തന്നെ ഒരു സവിശേഷം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫിലോസോഫിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഈവിൾ മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദൈവത്തിന് മനുഷ്യനെ ഫ്രീഡം ഇല്ലാതെ സൃഷ്ടിച്ചുകൂടായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ അവൻ തന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ ജീവിച്ചോളിയാലായിരുന്നോ? ദൈവത്തിന് അങ്ങനെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ആ സൃഷ്ടി ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ആകുകയില്ല. അവൻ കല്ല് പോലെ വേറൊരു ഡിറ്റർമിനേറ്റ് ബീയിങ് ആകുമായിരുന്നു. അവിടെ ഫ്രീഡം ഉണ്ടാകുകയില്ല എന്നുള്ള അതിന്റെ പ്രശ്നം. ദൈവം ഇൻഫിനിറ്റ് ലവ് ആയതുകൊണ്ട് ദുരുപയോഗം ചെയ്യാൻ പോലും മാത്രം സ്വാതന്ത്ര്യം മനുഷ്യരിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, ഇന്ത്യക്കാരന് എന്തുമാത്രം സ്വാതന്ത്ര്യം വേണം, ദുരുപയോഗം ചെയ്യാൻ മാത്രം സ്വാതന്ത്ര്യം ഇന്ത്യക്കാരന് വേണമെന്ന് ഞാൻ പറയുകയെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ചുറ്റും ലക്ഷ്മണരേഖകൾ നിരന്തരം നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരമകാഷ്ഠയാണ് ഒരു പരിധി വരെ പറഞ്ഞു. അതിനുപോലുമുള്ള കഴിവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം ഇച്ഛാശക്തി അത് നമ്മുടെ ദൈവിക നിർവചനത്തിന്റെ ഭാഗമാണ്. ആന്ത്രോപോളജിക്കലി വി ആർ മെയ്ഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. വി ആർ ക്രിയേറ്റഡ് വിത്ത് ഫ്രീ ബീയിങ് വിച്ച് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ, തിന്മയെ ജനിപ്പിക്കാനും സൃഷ്ടിക്കാനും വേണ്ടി പോലും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ മനുഷ്യൻ നശിച്ചു പോകുമെങ്കിൽ ദൈവം അറിയുമായിരുന്നെങ്കിൽ അവനെ സൃഷ്ടിക്കാതിരുന്നു, അവനത്തെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തത്. അവിടെയും സ്നേഹത്തിന് നമ്മൾ കണ്ടീഷൻസ് വെക്കുക. അതാണ് പ്രീ ഡെസ്റ്റിനേഷൻ കോൺസെപ്റ്റ്. അതിനെ പല ഫിലോസഫേഴ്സും ഡീൽ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു അവസരത്തിൽ വിശദമായിട്ട് അതേപ്പറ്റി ചർച്ച ചെയ്യാം. അത് കേട്ടോ. അപ്പം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട തീമുകൾ എന്നുള്ളതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഒന്ന് ഈ പ്രീ ഡെസ്റ്റിനേഷൻ ആൻഡ് ഫ്രീ വില്ല്, അത് തന്നെ ഫ്രീ വില്ല് ആൻഡ് കോൺസിക്വന്റ് ഈവിൾ, അത് തന്നെ നമുക്കൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കാം. അതിനു മുമ്പ് വേറെ ആരും എന്തോ ചോദിച്ചായിരുന്നല്ലോ, ഞാൻ പിന്നെ നമുക്ക് വേറൊരു സെഷൻ പറയാൻ പറഞ്ഞതായിരുന്നു. ട്രിനിറ്റി. ട്രിനിറ്റി. ഓക്കെ, ഈ കോൺസെപ്റ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം. മുസാഫിർ ചോദിച്ചോട്ടെ. അത് മുസാഫിർ വേണമെന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ മോഡറേറ്റർ ആരെങ്കിലും ഇന്ന ചോദ്യങ്ങളിൽ നമുക്ക് പിന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാക്കാമെങ്കിൽ എളുപ്പമായിരിക്കും. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് മുസാഫിർ ഒന്ന് ചോദിച്ചോട്ടെ. ഫാദർ എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. സമയം തന്നിരുന്നേ. ഫാദറിനെ പൊതുവെ ഞാൻ കേൾക്കാറുണ്ട്. ഫാദർ ഫിലോസഫിക്കൽ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ ഫിലോസഫി ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് നിരീശ്വരവാദികളെ എതിർക്കാനുള്ള ഒരു ടൂൾ അതാണ്. കാരണം അവരും അംഗീകരിക്കുന്ന ഒരു വിഷയം എടുത്തിട്ട് അവരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് യുക്തി ഉപയോഗിക്കേണ്ടി വരികയാണ്. കാരണം അവർക്ക് മുന്നിൽ നമുക്ക് ദൈവമുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഒരിക്കലും ദൈവമുണ്ട്, അതിനെന്താണ് തെളിവ്, അത് ബൈബിളിലുണ്ട് അല്ലെങ്കിൽ ഖുറാനിലുണ്ട് എന്ന് പറയുന്നത് ഒരു യുക്തിപരമായിട്ടുള്ള ആർഗ്യുമെന്റ് അല്ല. അപ്പോൾ ബൈബിൾ ദൈവികമാണെന്നതിന് തെളിവ് എന്താണ്, അതും ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ ആർഗ്യുമെന്റ് ആണ്. അപ്പൊ നമുക്ക് യുക്തിവാദികൾ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് യുക്തി ഉപയോഗിച്ച് അവരോട് സമർത്ഥിക്കേണ്ടി വരുന്ന ഒരു ആവശ്യകത വരുന്നുണ്ട് ദൈവമുണ്ടോ എന്നതിന്. അപ്പോ ഫാദറിന് അറിയായിരിക്കും, ദൈവാസ്തിക്യം തെളിയിക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് ആർഗ്യുമെന്റുകൾ ഉണ്ട്. കലാം ആർഗ്യുമെന്റ് ഉണ്ട്, കണ്ടിജന്റ് ആർഗ്യുമെന്റ് ഉണ്ട്. ഇങ്ങനെ ആർഗ്യുമെന്റ് ഒക്കെ വെച്ചിട്ട് ദൈവാസ്തിക്യം സ്ഥിരപ്പെടുത്തുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന അപ്പോളജിസ്റ്റുകളെ ഞാൻ കാണാറുണ്ട്. അത് പെന്തക്കോസ് വിഭാഗം ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ആർഗ്യുമെന്റ് ഒക്കെ വെച്ചിട്ട് ദൈവത്തെ തെളിയിച്ചു കഴിഞ്ഞാലും, ദൈവമുണ്ട്, ഒരു നെസസറി ബീങ് ഇവിടെ ആവശ്യമുണ്ട് എന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാലും ക്രിസ്ത്യൻ തിയോളജിയിൽ അത് വീണ്ടും അവിടെ ഒരു പോയിന്റിൽ എത്തിയാൽ പോലും ക്രിസ്ത്യൻ തിയോളജി പ്രകാരം അവിടെ വീണ്ടും പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. കാരണം അവിടെ നമ്മൾ ജീസസിനെ എടുക്കുമ്പോൾ ജീസസ് ഒരു കണ്ടിജന്റ് ബീങ്ങിൽ നിന്ന് നെസസറി ബീങ്ങിൽ നിന്ന് കണ്ടിജന്റ് ബീങ് ആയി മാറുന്നു. അപ്പോൾ നമ്മൾ കണ്ടിജന്റ് ആർഗ്യുമെന്റ് വെച്ചിട്ട് ദൈവത്തെ തെളിയിച്ചാലും അത് ക്രിസ്ത്യൻ തിയോളജി പ്രകാരം വർക്കാകില്ല. ഇപ്പൊ കലാം കോസ്മോളജി ആണെങ്കിലും അവിടെയും നമുക്കൊരു നെസസറി ബീങ്ങിലേക്ക് എത്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അവിടെ നോക്കുമ്പോഴും തൃത്വം, ട്രിനിറ്റി, യേശുവിന്റെ ഈ പ്രപഞ്ചത്തിലേക്കുള്ള വരവ്, ഇതൊക്കെ യേശു ഒരു കണ്ടിജന്റ് നെസസറി ബീങ്ങിൽ നിന്ന് കണ്ടിജന്റ് ബീങ് ആയി മാറുന്നു. അപ്പോൾ നമ്മൾ യുക്തിപരമായ ആർഗ്യുമെന്റ് വെച്ചിട്ട് തെളിയിച്ചു കഴിഞ്ഞാലും ക്രിസ്ത്യൻ തിയോളജിയിൽ വീണ്ടും അത് കോൺട്രാഡിക്ഷൻ വരികയല്ലേ എന്നൊരു നിഗമനത്തിലേക്ക് ഫാദർ പോയിട്ടുണ്ടോ? യേശോർണ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. ഞാൻ രണ്ട് മൂന്ന് വശങ്ങളുണ്ട് ഇതിനകത്ത് പറയാം. ആദ്യം പറഞ്ഞ നിരീക്ഷണം മുസഫർ അല്ലേ, മുസഫർ ആദ്യം നടത്തിയ നിരീക്ഷണം, അതായത് നമ്മൾ റാഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. നമുക്ക് പൊതുവേ ബൈബിളിൽ പറഞ്ഞതുകൊണ്ടോ ഖുറാനിൽ പറഞ്ഞതുകൊണ്ടോ വേദങ്ങളിൽ പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യം ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഖുറാനിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ശരിയാണെന്ന് നമ്മൾ പറയുകയില്ല. ഈ തിങ്കിങ്ങിൽ ശരിയായതുകൊണ്ട് അത് സ്ക്രിപ്ചറുകളിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് അത് ശരിയായിരിക്കുന്നു, അത് ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് റാഷണലി വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് പൊതുവെ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത്. പൊതുവെ പ്രത്യേകിച്ചും വെസ്റ്റേൺ ഫിലോസോഫിക്കൽ കോണ്ടസ്റ്റിൽ വെസ്റ്റേൺ
കൾച്ചർ ദീർഘകാല ക്രിസ്ത്യൻ കൾച്ചറാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ മെറ്റഫിസിക്സിനെയാണ് അഗ്നോസ്റ്റിക്കുകളും എത്തിയിസ്റ്റുകളും ഒക്കെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ തിയോളജിയുടെ വലിയൊരു അപകടം അതാണ്. ഈ അപ്പോളജസ്റ്റിക് കോൺടെസ്റ്റിൽ വളർന്നതുകൊണ്ട് ഹൈലി മെറ്റഫിസിക്കൽ ഫിലോസോഫിക്കൽ സ്പെക്കുലേറ്റീവ് ആയിട്ട് തിയോളജി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോളജറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഇൻ ഡിഫൻസ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ തിയോളജിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികസിക്കേണ്ട വേറെ പല ജ്ഞാനമീമാംസകളും ചിന്താധാരകളും പ്രത്യേകിച്ച് മിസ്റ്റിസിസത്തിന്റെ ട്രഡീഷൻ അവയൊന്നും വളരാതെ പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തോമസ് അക്വിനാസിന് ഹൈലി മിസ്റ്റിക്കലായിരുന്നു. ഇപ്പോൾ മുസാഫർ നടത്തുന്ന നിരീക്ഷണം തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ എഴുതിയത് മുഴുവനും ഒരു കച്ചിത്തുരുപ്പിന്റെ വിലയേ ഉള്ളൂ, മരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ നോൺ നിസിത്തെ ദോമിനെ, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസ്താവന, അത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന്റെ മൊമെന്റ് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ എഴുതിയിരിക്കുന്നതിന് മുഴുവനും ഒരു കച്ചിത്തുരുപ്പിന്റെ വിലയേ ഉള്ളൂ, കാരണം അതിനേക്കാളും വലിയ അനുഭവത്തിന്റെ തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉൾക്കാഴ്ചയുടെയും സ്നേഹാനുഭവത്തിന്റെ തലത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ഈ റാഷണലിസ്റ്റിക് തിങ്കിങ്ങിന്റെ പരിമിതിയെ അദ്ദേഹം അറിയുകയും, റാഷണലിസ്റ്റിക് സ്പെക്കുലേഷനിലൂടെ നമുക്ക് ദൈവമുണ്ട്, അതിന് വേണ്ട റാഷണലിസ്റ്റിക് ആർഗ്യുമെന്റുകൾ കൊടുക്കാം, ലോജിക്കൽ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ലോജിക്കിന്റെ ഡെഫിനിഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ നമ്മൾ റാഷണൽ സ്പെക്കുലേഷനിൽ അന്വേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് എക്സോസ്റ്റീവ് ആകണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുഴുവൻ നിർവചനങ്ങളും ഒന്നും നമുക്ക് ആവിഷ്കരിക്കാനാകില്ല. അത് റിലീജിയസ് എപ്പിസ്റ്റമോളജി ഈസ് ബേസിക്കലി ഇൻറ്റ്യൂറ്റീവ് എക്സ്പെരിയൻഷ്യൽ എപ്പിസ്റ്റമോളജി. 1 1 2 എന്ന് പറയുന്നത് റാഷണൽ എപ്പിസ്റ്റമോളജിയാണ്. 1 1 11 എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷന്റെ എപ്പിസ്റ്റമോളജിയാണ്. സ്ക്രിപ്ചറുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഇൻറ്റ്യൂറ്റീവ് എപ്പിസ്റ്റമോളജിയാണ്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് അവ എഴുതപ്പെടുന്നത് എന്ന് പറയുന്നത്. അവിടെ 1 1 11 നമ്മൾ റാഷണലി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ പോലും പലപ്പോഴും നമ്മുടെ 1 1 എപ്പോഴും 2 എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നാൽ വെസ്റ്റേൺ ഇപ്പോഴത്തെ ലോകത്തിലെ ബെസ്റ്റ് ഡിബേറ്റർ എന്ന് പറയുന്ന വില്യം ലെയ്ൻ ക്രെയ്ഗ്, മുസഫർ അദ്ദേഹത്തെ ആയിരിക്കും പരാമർശിച്ചത് അല്ലേ, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഒക്കെ ഗൗരവമായിട്ട് ഉന്നയിക്കുന്ന ആളെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ റാഷണലി നമുക്കെല്ലാം വിശദീകരിക്കാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ. ഫെയ്ത്തിനെ മുഴുവനും റാഷണലി ഡിഫെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അത് ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ കൺവെൻഷണൽ എപ്പിസ്റ്റമോളജിയുടെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈസ്റ്റേൺ മിസ്റ്റിക്കൽ ട്രഡീഷൻസിനെ പറ്റി പരിചയം ഉണ്ടായിരുന്നു, ഹിന്ദു ഫിലോസഫി, ബുദ്ധിസ്റ്റ് ഫിലോസഫി, ടാവോയിസ്റ്റ് ഫിലോസഫി, ഇവയെ പറ്റിയൊക്കെ പരിചയം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതുപോലെ ഒരു ക്ലെയിം നടത്തുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റാഷണാലിറ്റി കൊണ്ട് നമുക്ക് വലിയൊരു അളവിൽ എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് ബ്രെയിൻ തന്നിരിക്കുന്നത്, ചിന്താശക്തി തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ റാഷണാലിറ്റിക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. പ്രത്യേകിച്ചും അതിഭൗതിക മേഖലകളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് അനുഭവാത്മകതയുടെ തലം കൂടിയാണ്. ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഈ തലങ്ങൾ ഉണ്ടായിരുന്നു. ജോൺ ഓഫ് ദ ക്രോസ്, തെരേസ് ഓഫ് ആവില, സെയിന്റ് തെരേസ് ഓഫ് ലിസ്യു, സെയിന്റ് അഗസ്റ്റിൻ ഹിംസെൽഫ്. ദൈവമേ, ഞാൻ എന്നോട് അടുത്തിരിക്കുന്നതിനേക്കാൾ ഉപരി നീ എന്നോട് അടുത്തിരിക്കുന്നു, അതിനൂതനവും അതിപുരാതനവുമായ സത്യമേ നിന്നെ അറിയുവാൻ ഞാൻ അത്ര വൈകിപ്പോയി. ഈ വിലാപങ്ങളൊക്കെ മിസ്റ്റിക്കൽ എപ്പിസ്റ്റമോളജിക്കൽ ആർഗ്യുമെന്റുകളാണ്. കാത്തലിക് ക്രിസ്ത്യൻ ട്രഡീഷനിലെ റാഷണലിസ്റ്റുകളെല്ലാം ഹൈലി മിസ്റ്റിക്കുകൾ കൂടി ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ റാഷണൽ ഡൈമെൻഷനെ ഇതുവരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളൂ. കാൾ റാനർ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ ഓഫ് ദി ഫ്യൂച്ചർ വിൽ ബി എ മിസ്റ്റിക്, അതർവൈസ് ഹി ഓർ ഷീ വിൽ നോട്ട് എക്സിസ്റ്റ് അറ്റ് ഓൾ. ഭാവിയുടെ ക്രിസ്തീയത എന്ന് പറയുന്നത് മിസ്റ്റിസിസത്തിന്റെ ക്രിസ്തീയതയാകണമെന്ന ഈ 20ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്. ആ മിസ്റ്റിസിന്റെ ആധ്യാത്മികത പലപ്പോഴും വരാതെ പോകുന്നുണ്ട്. പലപ്പോഴും ആത്മീയമായ പല പ്രതിസന്ധികളും സഭയിലൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസഫറിന്റെ ചോദ്യം ഇതായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, റാഷണലി നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയോളജിക്കൽ ക്രിസ്ത്യൻ തിയോളജിയിലെ പല കോൺസെപ്റ്റുകൾ ഒരു ഇന്റേണൽ കോൺട്രഡിക്ഷൻ ആയിട്ട് മാറുകയില്ലേ എന്നുള്ളത്. ഞാനതിന് മറുപടി പറയാൻ, അവ കോൺട്രഡിക്ടറി ആയിരിക്കില്ല, ബട്ട് റാഷണലി മാത്രം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവ എക്സോസ്റ്റീവ് ആകുകയില്ല എന്ന് ഞാൻ സമ്മതിക്കാം. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിശദീകരണങ്ങളാവുകയില്ല, പക്ഷെ അവയിൽ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. വളരെ ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിട്ടാണ് തോമസ് അക്വിനാസും കൂട്ടരും ഒക്കെ. ഇപ്പോൾ ട്രിനിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിന്നാണല്ലോ മുസഫർ ക്രൈസ്റ്റ് തന്നെ ഇൻകാർണേഷനിലൂടെ കണ്ടിൻജന്റ് ആകുകയില്ലേ എന്നുള്ള വാദമാണ്. അത് നമുക്ക് ട്രിനിറ്റിയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതേപ്പറ്റി കൂടുതലായിട്ട് പറയാം. ആ ട്രിനിറ്റിയിൽ തന്നെ പറയുന്ന പോയിന്റാണ് എന്താണ്, അപ്പോഫാറ്റിക് ട്രിനിറ്റി, ഇമ്മനന്റ് ട്രിനിറ്റി. ഇക്കണോമിക് ട്രിനിറ്റിയെ മാത്രം മനസ്സിലാക്കുമ്പോഴാണ് അത് കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഈ ഇക്കണോമിക് ട്രിനിറ്റി എന്ന് പറയുന്നതാണ് എന്ത്, റാഷണലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ. റാഷണലി എത്തിച്ചേരാൻ സാധിക്കാത്ത നേത്തിയുടെ ഡൈമെൻഷൻ, അത് ഹിന്ദു ഉപനിഷാദിക് മെറ്റഫറാണ്. അതാണ് ക്രിസ്ത്യൻ തിയോളജിയിൽ പറയുന്ന അപ്പോഫാറ്റിക് ഇമ്മനന്റ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ റാഷണൽ റീച്ച് ഔട്ടുകൾക്ക് അതീതമാകുന്നു. അതുകൊണ്ട് അപരിമേയമായതിനെ നമ്മൾ പരിമിതമായ ജ്ഞാനമീമാംസയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ പരിമിതികളുണ്ട്. പക്ഷേ ലോജിക്കിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെന്റുകൾ ഉള്ളതായിട്ട് തോമിസ്റ്റിക് അഗസ്റ്റീനിയൻ ട്രഡീഷനെ ആരും വിമർശിച്ചിട്ടില്ല. നിങ്ങളുടെ ആർഗ്യുമെന്റുകൾ കോൺട്രഡിക്ടറി ആണെന്ന് പറഞ്ഞിട്ടില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള, അതിന് അതീതം കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓർഡർ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഡിസോർഡർ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് ഡേവിഡ് ഹ്യൂ മറുപടി പറയുന്നു. ഓക്കെ, ഡിസൈൻ ഉണ്ട്, ഗുഡ് ബീയിങ് ഇസ് ഗുഡ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ പ്രപഞ്ചത്തിൽ ഞാൻ ഈവിൾ കാണുന്നുണ്ടല്ലോ. ഈ രീതിയിലുള്ള പരിമിതികൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഗുഡ് ആണ് എന്നുള്ള ആർഗ്യുമെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല. അതിന്റെ പരിമിതികളെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് ട്രിനിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മുസഫർ ഇവിടെ വിനിയോഗിച്ച കണ്ടിൻജൻസി പോലെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റി വേണമെങ്കിൽ കൂടുതൽ സമയം അതിനെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, BJP ചോദിച്ചു, BJP. Yeah, okay, thank you. Yeah, Reverend Dixon, good evening.
എന്റെ പേര് ബെന്നി ജോൺ എന്ന പ്രൊഫൈലിൽ BJP ആയിട്ട് ഉണ്ട്. അപ്പം അച്ഛൻ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അച്ഛൻ ഇപ്പൊ പറഞ്ഞപ്പോൾ ഈ സ്മോൾ ബീയിങ് ആൻഡ് ക്യാപിറ്റൽ ബീയിങ്, അപ്പൊ ബീയിങ്സ് ഷുഡ് ഫൈനലി അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ ക്യാപിറ്റൽ ബീയിങ്. എന്റെ തോട്ട് എനിക്കറിയില്ല, എനിക്ക് ഐ എം എ ലേമാൻ. ഈ മെറ്റാഫിസിക്സിന്റെ അർത്ഥം തന്നെ അച്ഛൻ ബിയോണ്ട് ഫിസിക്സ് ഒക്കെ പറഞ്ഞപ്പോഴാ ഞാൻ അത് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ വാട്ട് ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം യു ഈസ്, ഈ മെറ്റാഫിസിക്സ് തോട്ട് ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാം ഓൾറെഡി ദേ ബിലീവ് ദർ ഇസ് എ ഗോഡ്. അപ്പൊ ഈ മെറ്റാഫിസിക്സ് വന്നപ്പോൾ വാട്ട് എക്സ്ട്രാ കെയിം ഇൻ അച്ഛൻ? ജസ്റ്റ് നോ. ചോദ്യമുള്ളത് അതെ, നമ്മുടെ മെറ്റഫിസിക്സ് ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ദൈവത്തിൽ എത്തിച്ചേർന്നു ഇരുന്നു എന്നുള്ള നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതായത് മെറ്റാഫിസിക്സിനെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി കൊണ്ടൂറിലേക്ക് ഒതുക്കേണ്ടതില്ല. ചോദിച്ചാളുടെ പേരെന്തായിരുന്നു? ബെന്നി ജോൺ. ബെന്നിയുടെ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഹൈലി മെറ്റഫിസിഷ്യൻസ് ആയിരുന്നു. അതായത് മെറ്റഫിസിക്സ് എന്ന് പറയുന്നത്, ഫിലോസഫി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ക്വാളിഫൈഡ് എക്സ്പേർട്സിന്റെ മൊണോപ്പൊളി അല്ല, അവർക്ക് മാത്രം സാധിക്കുന്നതല്ല. ഫിലോസഫി പ്രൊഫഷണൽ ഫിലോസഫിയാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് തന്നെ കടന്നു വരുന്നത് എവിടെ എന്താണ്, നമ്മളിലെ ജൈവികമായിട്ട് എല്ലാ മനുഷ്യരിലും നൈസർഗികമായിട്ടുള്ള ജിജ്ഞാസയ്ക്ക് റാഷണലി അവർ കൊടുത്തിരിക്കുന്ന ചില ആവിഷ്കാരങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഹൈലി മെറ്റഫിസിക്കലായിരുന്നു, ഫിലോസഫേഴ്സ് ആയിരുന്നു, അവർക്ക് അത്ഭുതം കൊള്ളാനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്, ഞാൻ നെറ്റ്ഫ്ലിക്സിലെ ഒരു ഡോക്യുമെന്ററി വാച്ച് ചെയ്യുകയായിരുന്നു. നിയാന്തർതാൽ ഹ്യൂമൻസ് 25-30 ലക്ഷങ്ങൾ വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന ആദ്യ മനുഷ്യർ അവരുടേതായ സേക്രഡ് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. വലിയ ഗുഹയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അന്തരാളങ്ങളിൽ എത്തിപ്പെടാൻ അവിടെയാണ് അവരവരുടെ മരിച്ചവരെ സംസ്കരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ദൈവങ്ങളില്ല, കാഴ്ചപ്പാടുകളില്ല, റെവലേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, സ്ക്രിപ്ചറുകളുടേതൊന്നും. പക്ഷെ അവിടെ പോലും അവർക്ക് എന്താണ്, ഒരു സെൻസ് ഓഫ് ദ ട്രാൻസെൻഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇന്ന് ന്യൂറോ റിലിജൻ ബേസിക്കലി പറഞ്ഞു വരുന്ന ഇതാണ്. സമയം കിട്ടി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളവയാണ്. വേണമെങ്കിൽ പിന്നീടുള്ള ഒരു സമയം ബ്രെയിൻ സയൻസിന്റെ കാഴ്ചപ്പാടിൽ മാത്രം നമുക്ക് വിശ്വാസത്തെ മനസ്സിലാക്കാം. ജൈവികമായിട്ടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്, ഈശ്വരനെ അറിയാൻ വേണ്ടി നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബേസിക്കലി എന്താണ്, വി ആർ ട്രാൻസെൻഡന്റൽ ബീയിങ്സ്. നമ്മൾ അത് പോസ്റ്റുലേറ്റ് ചെയ്തു പോകും. ദൈവമില്ലേ, ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കണം. വോൾട്ടയർ പറഞ്ഞിരിക്കുന്നത്, വോൾട്ടയർ ഹാർഡ് കോർ എത്തിയിസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ ഒരു ദൈവത്തെ എത്രയും വേഗം ഉണ്ടാക്കോ, നമുക്ക് പല മോറൽ പ്രിൻസിപ്പിൾസ്, മൊറാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് അത് സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, നമ്മളെ തന്നെയുള്ള ജൈവികമായ ആഭിമുഖ്യമാണ്. അതായത് പ്രൊഫഷണൽ ഫിലോസഫേഴ്സ് അല്ല ദൈവത്തെ കണ്ടുപിടിച്ചതോ, ദൈവത്തെ ഇങ്ങനെയൊക്കെ ആർഗ്യുമെന്റുകൾ അവർ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം ജെയിംസിന്റെ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ നമ്മൾ ചോദ്യത്തിന്റെ വലിയ പ്രീസപ്പോസിഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ തന്നെ ജൈവികമായ ആഭിമുഖ്യം കൊണ്ടാണ് ഈ വക ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, Just to add on, Achan, just to add on. Achan, capital being was looked up by Hinduism much before Christianity came. That is why we see all this Mahakumbh Mela, all that, where the being inside finally, and they take more devotion, effort, dedication than we just praying. എനിക്ക് തോന്നുന്നു എന്റെ തോട്ട് പ്രോസസ്സിൽ അച്ഛൻ എന്താ തോന്നുന്നത്? താങ്ക് യു. അതായത് ഹിസ്റ്റോറിക്കലി ദാറ്റ് ഈസ് ട്രൂ. ക്രിസ്ത്യാനിറ്റി തുടങ്ങുന്നത് 2000 വർഷങ്ങളല്ലേ ആയുള്ളൂ. ഓൾഡ് ടെസ്റ്റമെന്റ് ട്രഡീഷൻ കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും 4000 വർഷം വരെ പോകാം. അതിന് മുമ്പൊക്കെ ട്രേസ് ഔട്ട് ചെയ്യുന്നവരുണ്ട്. ഹിന്ദുയിസത്തിൻ്റെത് ബാലഗംഗാധര തിലക് പോലെയുള്ളവർ 10,000 വർഷം വരെ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ സ്കോളേഴ്സ് 4000, 5000 വരെ വലിച്ചു നീട്ടി പരമാവധി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കലി മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെ എല്ലായിടത്തും ഈ വക ജിജ്ഞാസകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതാദ്യം എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ഇത് സനാതനമായ പ്രിമിറ്റീവ് ഹ്യൂമൻസിന്റെ തന്നെ പെരേനിയൽ ക്വസ്റ്റ് ആണ്. അതിന് ഓരോ ഘട്ടങ്ങളും ഓരോ കാലഘട്ടങ്ങളും ഓരോ സംസ്കാരങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ, അവരുടെ അനുഭവങ്ങൾക്ക് അവരുടേതായ സാംസ്കാരിക ബദ്ധമായ ആവിഷ്കാരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വെളിപാട് കൂടി ഉണ്ടായിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതോടുകൂടി ദൈവം സ്വയം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻ ബൈബിള് എന്ന് പറയുന്നത്. ട്രിനിറ്റി എന്ന് പറയുന്നത് വെളിപാടിന്റെ രഹസ്യമാണ്. ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വെളിപാടിന്റെ രഹസ്യമാണ്. മനുഷ്യന്റെ മാത്രം നിർമ്മിതിയും കണ്ടുപിടുത്തവുമല്ല, റാഷണൽ എക്സർസൈസ് മാത്രമല്ല, മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ കൂടി വരുന്നതാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം. അതാണ് ദൈവം പേഴ്സണാണ്, ഗോഡ് ഈസ് ട്രിനിറ്റി, ഗോഡ് ഈസ് ലവ്. അതിൽ 3 ആളുകളുണ്ട്, ദൈവ വെളിപാടുകൾ എന്ന് പറയുന്നത്. ജെയിംസ് ഉന്നയിച്ച അവസാനത്ത് നമ്മുടെ ആന്തരികമായ ആത്മീയതയല്ലേ കൂടുതൽ ശ്രേഷ്ഠം. ഏത് ശ്രേഷ്ഠം എന്നുള്ളതല്ല, ഓരോ സംസ്കാരവും അതിൻ്റെതായ തനിമകൾ, എക്സ്പീരിയൻസുകളുടെ ഊന്നലുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് തീർച്ചയായും ആവശ്യമായിട്ടുള്ളതാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ആന്തരികത ഇല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റിക്കൽ ട്രഡീഷൻസിലെല്ലാം മുഴിച്ചു നിൽക്കുന്നത് ഈ ആന്തരികമായ മാനമാണ്. നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞ റാഷണൽ ട്രഡീഷന്റെ ഊന്നലുകൾ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ അന്തര്യാമി തലത്തെ ഏറ്റവും അധികം മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഹൈന്ദവ ദർശനമാണ്. ഹൃദയം എന്ന വാക്കിന്റെ അർത്ഥം ഹി ഹൃദി പ്ലസ് അയം, ഹി ഈസ് ഇൻ ദ ഹാർട്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇമ്മനൻസിനെ ഏറ്റവും അധികം ഊന്നിയത ഉപനിഷത്തുകളുടെ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അത് വളരെ മനോജ്ഞമായ ഒരു ദൈവശാസ്ത്രമാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു അച്ഛൻ. അച്ഛൻ, ബൈ ദ വേ, എന്റെ പേര് ബെന്നി ജോൺ. ഇൻ പ്രൊഫൈലിൽ ഞാൻ BJP വരുന്നത്. താങ്ക് യു അച്ഛൻ ഫോർ യുവർ ലവ് ടു എൻറ്റർ ഹ്യൂമാനിറ്റി. താങ്ക് യു. താങ്ക് യു BJP. എൽദോസ് ചോദിക്കുന്നോ? കേൾക്കാമോ? ഹലോ, ഇപ്പൊ കേൾക്കാം.
കേൾക്കാം കേൾക്കാം. ഓക്കെ താങ്ക് യു. ആരാ എനിക്ക് ചോദിക്കാനുള്ളത് ആരാ ഇതിന്റെ മോഡറേറ്റർ? എന്റെ പേര് എൽദോസ് എന്നാണ്. ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യാമോ? എനിക്ക് 8:30 തിരുവനന്തപുരത്തിന് ട്രെയിൻ ക്യാച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് അടുത്ത സെഷനിലേക്ക് എടുക്കാം. ഓക്കെ, ഇനി എത്ര സമയം ഉണ്ടായിരിക്കും അച്ഛാ? ഇനി നമുക്ക് 20 മിനിറ്റ് 15 മിനിറ്റ്. ഓക്കെ, ഓക്കെ നിങ്ങൾ എടുത്തോ, ചോദ്യത്തിനെ കുറിച്ച് എടുത്തോ. നമുക്ക് അടുത്ത സെഷനിൽ അവരെ ഇറങ്ങിക്കൊണ്ട് വേണമെങ്കിൽ തുടങ്ങാം. ഓക്കെ എൽദോസ്. ഓക്കെ താങ്ക് യു. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ക്രിസ്ത്യൻ തിയോളജിയിൽ, പ്രത്യേകിച്ചും ഈ ട്രിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റില് ഈ പ്ലറ്റോണിസം അല്ലെങ്കിൽ നിയോ പ്ലറ്റോണിസം എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, നിയോ പ്ലറ്റോണിക് ഐഡിയാസ് നമ്മൾക്ക് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? ഞാൻ പ്രത്യേകിച്ച് കേട്ടിരിക്കും നമ്മുടെ ഒറീഗൺ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്, അത് അദ്ദേഹത്തെ നമ്മളിപ്പോൾ ഒരു സഭാപിതാവായിട്ട് അംഗീകരിക്കാം. അദ്ദേഹം ഒരു നിയോ പ്ലറ്റോണിസ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കും? ആ ഒരു ദിശയിൽ, ആ ഒരു ഐഡിയയിലാണ് എന്റെ ക്വസ്റ്റ്യൻ. അതാണ്. താങ്ക് യു. പറഞ്ഞല്ലോ, ചോദിച്ചതാരായിരുന്നു? എൽദോസ്. നമുക്ക് ട്രിനിറ്റിയെ പറ്റി വിശദമായിട്ട് എടുക്കാം. അപ്പൊ ഞാൻ ഈ ഫിലോസോഫിക്കൽ റൂട്ടും കൂടെ ഒന്നും കൂടെ അവിടെ വിശദീകരിക്കാം. ചുരുക്കമായിട്ട് മാത്രം ഇപ്പൊ ചോദ്യത്തോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യകാല ട്രിനിറ്റോളജി മുഴുവൻ റൂട്ട് ചെയ്തിരുന്നത് ക്ലാസിക്കൽ തിയോളജിയുടെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു. വിശുദ്ധ അഗസ്റ്റിനാണ് ട്രിനിറ്റിയെ പറ്റിയുള്ള ഒരു ഡോക്ടർ ആദ്യമായിട്ട് വിശദമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അഗസ്റ്റിനെ അദ്ദേഹം ഒരു സിൻഫുൾ പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് അറിയാമായിരുന്നല്ലോ തുടക്കത്തിൽ. അദ്ദേഹത്തെ ഒരു കൺവേർഷനിലേക്ക് നയിക്കുന്നത് പ്ലേറ്റോണിക് ഫിലോസഫിയാണ് ഒരു പരിധി വരെ. കാരണം ഇതിന് പിന്നിലെ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവനും അതീതമായിട്ട് ഒരു ഐഡിയൽ ലോകം ഉണ്ടായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് പ്ലേറ്റോ പറയുന്നത്. ഈ ലോകം കൊണ്ട് ഫിസിക്കലി ഒതുങ്ങാത്തത്. ആ ഐഡിയൽ ലോകത്തിന്റെ പ്രതിനിധിയായിട്ട്, അതിനെ ദിവ്യജ്ഞാനമായിട്ട്, വേൾഡ് ഓഫ് ഐഡിയാസ് എന്നാണ് പ്ലേറ്റോ അതിനെ വിളിച്ചത്, ആശയങ്ങളുടെ ലോകം. ആ ആശയങ്ങളുടെ ലോകത്തിന്റെ വ്യക്തീകരണമായിട്ട് ക്രിസ്തുവിനെ കാണുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ. അങ്ങനെയാണ് അദ്ദേഹം ട്രിനിറ്റിയെ വിശദീകരിക്കുന്നത് ക്രിസ്ത്യൻ തിയോളജിയിൽ. അപ്പോൾ ബേസിക്കലി നിയോ പ്ലേറ്റോണിസം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്ലേറ്റോണിസം, പ്ലേറ്റോയ്ക്ക് ശേഷം വരുന്നത്. അപ്പോൾ ട്രിനിറ്റിയെ വിശദീകരിക്കുന്നത് നിയോ പ്ലേറ്റോണിക് തിയോളജി ആണെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഐഡിയാസിൽ ആവിഷ്കരിക്കുന്ന അനന്തജ്ഞാനം, അനന്തമായ വെളിച്ചം, ഇതെല്ലാമായിട്ട് ക്രിസ്തുവിനെ കാണുകയാണ്. അൾട്ടിമേറ്റ് ഫാദർ ഗോഡിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഫാദർ ഗോഡ് ഇതുവരെ ഇൻകാർണേറ്റ് ചെയ്തിട്ട് വന്നിട്ടുമില്ല. അതിൻ്റെക്കുള്ള കവാടമാണ്, വെളിപ്പെടുത്തലാണ്, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ്, ഇന്റർപ്രിട്ടേഷനാണ് ക്രിസ്തു. അതായിരിക്കാം പ്ലേറ്റോ പറയുന്ന വേൾഡ് ഓഫ് ഐഡിയാസ് എന്ന് ഉള്ള കൺക്ലൂഷനിലേക്ക് അഗസ്റ്റിൻ എത്തുകയാണ്. അപ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹത്തിന് എപ്പോൾ, അത് സ്നേഹമാണല്ലോ ക്രിസ്ത്യൻ തിയോളജിയുടെ മർമ്മം. അങ്ങനെ ഉണ്ടായെങ്കിൽ സ്നേഹം ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അത് ഔട്ട്ഫ്ലോ ചെയ്തേ പറ്റുകയുള്ളൂ. ട്രിനിറ്റിയുടെ സെൻട്രൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൈവം ഒന്ന്. പക്ഷെ ദൈവം ഒന്ന് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വൺനെസ് അല്ല. ഗോഡ് ഈസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗോഡ് ലവ്സ് ഹിംസെൽഫ്. ദൈവം തന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്നേഹമല്ല. സ്നേഹത്തെ നമുക്ക് എപ്പോഴും ഒബ്ജക്റ്റിഫൈ ചെയ്യണം, അത് അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവം തന്നെ തന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് സ്നേഹിക്കുന്നതിനെയാണ് നമ്മൾ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പുത്രനും സ്നേഹം എപ്പോഴും പ്രൊഡക്റ്റീവ്, ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആണ്. ഒന്നിലും രണ്ടിലും സ്നേഹം ഒതുങ്ങാൻ പാടില്ല. ദമ്പതികളുടെ സ്നേഹത്തിൽ നിന്ന് കുഞ്ഞുണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ, അതൊരു മോശം അനാലജിയാണ് കേട്ടോ ട്രിനിറ്റിയെ വിശദീകരിക്കാൻ വേണ്ടി. തളം കെട്ടി ഐസ് മൂടി കിടക്കുന്ന സാഗരമാകാൻ പാടില്ല ട്രിനിറ്റേറിയൻ ലവ് എന്ന് പറയുന്നത്. അവിടെ തിരമാലകളും സമുദ്രജല പ്രവാഹങ്ങളും എല്ലാം അലയടിക്കുന്ന ചലനാത്മകതയുടെ സമാഹാരമായിരിക്കണം ട്രിനിറ്റേറിയൻ ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ മൂന്നായിട്ട് കാണരുത്. കടലിലും തിരയും തമ്മിൽ നമ്മൾ എങ്ങനെയാ വേർപെടുത്തുക? കടലും തിരയും തമ്മിൽ പറ്റിയല്ല. തിരക്ക് അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, എന്നാൽ കടലിൽ നിന്ന് ഭിന്നമായിട്ട് ഐഡന്റിറ്റി ഒട്ട് ഉണ്ടാകുന്നില്ല താനും. കടലിൽ നിന്ന് ഉയർന്ന നീരാവിയെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കുക? നീരാവിയെ തനതായിട്ട് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒരു നീരാവിയെ നമുക്ക് കടലും ചൂടും കൂടാതെ നിർവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ട്രിനിറ്റിയുടെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഐഡിയ ഇത്രയേ ഉള്ളൂ: ഇറ്റ് ഈസ് ലവ്, ഇറ്റ് ഈസ് റിലേഷണൽ ലവ്. അവിടെ 1, 3 എന്നുള്ള ലോജിക്കൽ കാറ്റഗറി അല്ല പ്രധാനം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണെന്നും അത് റിലേഷണൽ ലവ് ആണ് എന്നുള്ളതും, സ്നേഹത്തിന്റെ അനിവാര്യതയാണ് ദൈവത്തിൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. അതൊരു ലോജിക്കൽ ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ട്രിനിറ്റി നമ്മൾ പിന്നെ എടുക്കാമെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, താങ്ക് യു. കെ ചാൻ ചോദിക്കാനുണ്ടോ? ഡേവിസ് ഉണ്ട്, കെ ചാൻ ഉണ്ട്. ഡേവിസ് ചോദിച്ചു. ഞാനുണ്ട്. ഒരു സെക്കൻഡ്, ഡേവിസ് ചിത്രപ്പള്ളി. അച്ഛാ, ഈ സ്പിരിറ്റും ചോദിക്കാനുള്ള 3 പേരെ ഒന്ന് ഒരുമിച്ച് ചോദിക്കുവാണെങ്കിൽ ഓക്കെ ഡേവിസ് പെട്ടെന്ന്. സോളും സ്പിരിറ്റും രണ്ടാണോ, രണ്ടും ഒന്നാണോ? സോളും തിയോളജിക്കൽ ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോളും സ്പിരിറ്റും, ഹ്യൂമൻസിലുള്ള സോള് ആണ് സ്പിരിറ്റ്, ഹ്യൂമനിലുള്ള ഡിവൈൻ സ്പിരിറ്റ് ആണ് സോള്. തിയോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റിലാണെങ്കിൽ തൃത്വത്തിലെ മൂന്നാമത്തെ ആള് ഹോളി സ്പിരിറ്റ്. ആ സ്പിരിറ്റ് ദൈവത്തിലുള്ള ദൈവത്തിന്റെ നമ്മിലുള്ള സാന്നിധ്യത്തെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ
അനലോജിക്കലി സെയിം എന്ന് പറയും. അനലോജിക്കലി എന്ന് പറഞ്ഞാൽ പാർട്ട്ലി സെയിം ആൻഡ് പാർട്ട്ലി ഡിഫറൻറ്റ്. അതതിൻ്റെ അർത്ഥം. സോളും സ്പിരിറ്റും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. കേച്ചായ അപ്പൊ ഞാൻ അച്ഛോ പ്രണാം. പ്രണാം. എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. അച്ഛൻ എനിക്ക് ഈ ക്വാണ്ടം തിയറിയും പിന്നെ മെറ്റാഫിസിക്സും ഒന്നും അറിയത്തില്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഇപ്പൊ ഇവിടെ ഈ ഫിലോസഫി, അത് കഴിഞ്ഞിട്ട് തിയോളജി, ദൈവശാസ്ത്രം. ഇവിടെ ഈ തിയോളജിയെ പറ്റി അല്ല ഈ ഫിലോസഫിയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിലൈൻ, സ്നേഹിക്കുക, സോഫിയ, ജ്ഞാനം എന്നീ 2 പദങ്ങളുടെ സംയുക്ത രൂപമാണ് എന്താ ഫിലോസഫിയ, അതായത് തത്വജ്ഞാനം. അപ്പൊ ഇവിടെ ഞാൻ ഈ മുഴുവൻ ബൈബിളും ഞാൻ തപ്പിയപ്പം, അതായത് എഞ്ചൽ, അതായത് നമ്മുടെ പുതിയ പിന്നെ നിയമം ഞാൻ